കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങളെ വന്ദനം പറയുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ 11ാമത്തെ സെഷനിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് ഒരുമിക്കുന്നതിൽ ഞാൻ യേശുവിന് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ്. ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ തന്നെ തിരികെ എത്തും. നിങ്ങൾ നിശ്ചയമായിട്ടും ലഭ്യമാകുന്ന ഓഡിയോസും അയക്കപ്പെടുന്ന വീഡിയോ ഒക്കെ തക്ക സമയത്ത് സമയം ലഭിക്കുമ്പോൾ ദൈവവചനത്തിന്റെ സമൃദ്ധിക്കായി, ആത്മീയ വർധനയ്ക്കായി, ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യങ്ങളോടുകൂടെ നിങ്ങളിൽ വസിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും മറിയ വചനം തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നല്ല അംശം അതേ മാർത്തയുടെ സഹോദരിയായ മറിയ സ്വീകരിച്ചതുപോലെ ദൈവവചനത്തിൽ വളരുവാൻ, അതിനെ സംഗ്രഹിക്കുവാൻ, നല്ലതായിട്ട് അതിനെ മുൻകരുതുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ദൈവികമായ ആലോചനകളിലേക്കാണ് നമ്മൾ ഇന്ന് ഈ ദിവസവും കടന്നു പോകുവാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ ഞാൻ ലോത്തിന്റെ വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. നമ്മുടെ കർത്താവായ യേശു വായിച്ച് പറഞ്ഞ ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 17ാം അധ്യായത്തിന്റെ 28ാം വാക്യം മുതൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശം തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. അന്ന് വീട്ടിൽ ഇരിക്കുന്നവർ വീടിനകത്ത് സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. ഔവണ്ണം വയലിൽ ഇരിക്കുന്നവൻ പിന്നോക്കം തിരിയരുത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവി. പിന്നോക്കം തിരിയരുത്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവി. ഈ ലോത്ത് സോദോം ഗൊമോറയിലേക്ക്, അബ്രഹാമിന്റെ സഹോദരനായ ലോത്ത് സോദോം ഗൊമോറയിലേക്ക് പോകുന്ന ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 13ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് നമ്മൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട ചില വെളിപ്പാടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി 18ാം അധ്യായത്തിൽ ദൈവം മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനാകുന്നു. അവരുടെ കൂടെ വന്ന് ഭക്ഷിക്കുന്നു, അവന്റെ കാൽ കഴുകാൻ അനുവദിക്കുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, കാലിലെ പൊടി കഴുകിക്കളഞ്ഞ് ഇശ്യാതമ്പുരാൻ അല്ലെങ്കിൽ പിതാവായ ദൈവം, ദൂതന്മാർ ഒക്കെ ഇവരെ നേരെ അബ്രഹാമിനോട് സംഭാഷിക്കുന്നു. 2 ദൂതന്മാർ സോദോമിലേക്ക് പോകുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല, ദയവായിട്ട് നിങ്ങൾ പ്രീവിയസ് മെസ്സേജുകൾ കേൾക്കുവാനായിട്ട് ആവശ്യപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചു വന്ന കാര്യം ഇങ്ങനെയാണ്. 19ാം അധ്യായത്തിന്റെ തുടക്കം, ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിൽ എത്തി. ലോത്ത് സോദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. 2 ദൂതന്മാർ സോദോമിലെത്തി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ പോയി കാണട്ടെ, നോക്കട്ടെ, അങ്ങനെ ഉണ്ടോ എന്ന് അറിയട്ടെ എന്ന ദൈവത്തിന്റെ ഏറ്റവും ഹംബിളസ്റ്റ് ഫോം. എനിക്ക് തോന്നുന്നു ഇതിലേക്കാൾ ദൈവം താഴ്ന്നൊരു മറ്റൊരു സന്ദർഭമേ ഇല്ല. പിന്നെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിലാണ്. താഴ്ന്നു കൊടുക്കുക, ഏറ്റവും താഴുക. വെളിപ്പാടിൽ ഞാൻ കാണുന്നു, ദർശനത്തിൽ ഞാൻ കാണുന്നു, ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നു, ഒന്നും പറഞ്ഞില്ല, നോക്കട്ടെ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ എന്ന് പറയുന്ന ഒരു ഹംബിൾ ഹാർട്ട് നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. നമുക്കും അവണ്ണം തന്നെയാകാം. ദൂതന്മാരെ അയക്കുകയാണ്. അവിടെ ദൂതന്മാർ പോകുമ്പോൾ കാണുന്ന ചിത്രം, ലോത്ത് അതെ പട്ടണത്തിന്റെ വാതിക്കൽ ഇരിക്കുന്നു. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കാം. പഴയ നിയമത്തിലെ ഓരോ ഈവൻസ്, ഓരോ വ്യക്തികളുടെ കഥാപാത്രങ്ങളുടെ ജീവിത ചരിത്രം, അവർ പോകുന്ന വഴികൾ, അവർ പോയ ചെറുതും വലുതുമായ ജീവിത സാഹചര്യങ്ങൾ, തെറ്റും ശരികൾ എല്ലാം തന്നെ. ഒരുപക്ഷെ ബ്ലെസ്സിങ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ കേഴ്സസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പണിഷ്മെന്റ്സ് ഉണ്ടാകാം. ദൈവത്തിന്റെ ഇതെല്ലാം തന്നെ ഇറ്റ്സ് ഓൾ കണക്റ്റഡ് വിത്ത് ദി ന്യൂ ടെസ്റ്റമെന്റുമായി, ദൈവമായ യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകേണ്ട പല പ്രൊഫറ്റിക്കൽ വിഷയങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇവിടുത്തെ ആ ചിത്രത്തിലേക്ക് ഒന്ന് വന്നു നോക്കി. 2 ദൂതന്മാർ എന്തിനായി 2 പേരെ ആ പട്ടണത്തിലേക്ക് അയച്ചത് മറക്കരുത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 2 സാക്ഷികളുടെ വായ്മൊഴിയാലാണ് ഏത് കാര്യവും ഉറപ്പാക്കേണ്ടത്. 2 സാക്ഷികളുടെ വാമൊഴികൾ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ജഡ്ജ്മെന്റിന് തൊട്ട് മുമ്പ്, ഏതെങ്കിലും ഒരു കാര്യം ജഡ്ജ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 2 കാര്യങ്ങൾ
നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ രണ്ട് സാക്ഷികൾ നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചവളായിട്ട് കൊണ്ടുവന്നു. മിശിഹാ തമ്പുരാൻ എന്താ ചെയ്തത്? മിശിഹാ നിലത്തെ പൊടിയിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, ഇവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നു. മിശിഹാ പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഞാൻ അതിന് മുൻപ് ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. എഴുതിയത് ഇങ്ങനെയാണ്, അത് പൊടിമേൽ എഴുതുകയാണ്. എന്തുകൊണ്ടാണ് ഈ പൊടിമേൽ എഴുതുക എന്ന് ചോദിച്ചാൽ, വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവൾ പിടിക്കപ്പെട്ടോ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചോ എന്നറിയുന്നത് പുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ, പുരോഹിതൻ എന്താ ചെയ്യുന്നത്? അവൻ കുറെ റിച്വൽസ് ഉണ്ട് അവിടെ. ഒരു മൺകുടത്തിലേക്ക് പൊടി വാരിയിട്ട് അതിൽ വെള്ളമൊഴിച്ച് പലവിധമായ ആചാരങ്ങൾ അവിടെ ചെയ്ത ശേഷം ഈ വെള്ളം അവളെ കുടിപ്പിക്കുകയും, അവൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ പാപം ചെയ്ത ആ പെണ്ണിന്റെ അവളുടെ ഉദരം ഇങ്ങനെ വീർത്തു വരികയും അവൾ കുറ്റക്കാരി എന്ന് തെളിയുകയും ചെയ്യും. ജനം അവളെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. അതായത് ഒരാൾ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടെങ്കിൽ ആദ്യം അതിനകത്ത് പുരോഹിതനാണ് ആ വിഷയത്തിനകത്ത് ഒരു മറുപടി കൊടുക്കേണ്ടത്. എന്നാൽ എന്റെ കർത്താവ് ഏത് പൊടിയാണോ പുരോഹിതൻ ഇവക്ക് ന്യായവിധിക്കായിട്ട് ഉപയോഗിക്കുന്നത്, അതേ പൊടിയുടെ മുകളിൽ 2 പ്രാവശ്യം എഴുതുന്നതായിട്ട് കാണാൻ പറ്റും. 1-ാം പ്രാവശ്യം എഴുതി തല ഉയർത്തി തന്റെ മുമ്പിൽ നിൽക്കുന്ന കല്ലെറിയുവാൻ വന്ന് നിൽക്കുന്ന പരീശന്മാരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഏത് പൂഴിമേലാണോ, ഏത് പൂഴി കൊണ്ടാണോ ഇവളെ ജഡ്ജ്മെന്റ് നടത്തേണ്ടത്, അതേ പൂഴിയിൽ കർത്താവ് എഴുതിയിട്ട് ഇങ്ങനെയാണ് എഴുതിയത്. ഒരു വേദ പണ്ഡിതൻ അല്ലെങ്കിൽ ഇതിന് തെളിവുകൾ നൽകുന്നത് മൊത്തം റബിമാരാണ്. റബനിക്കൽ ടീച്ചിങ്സിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ പൊടിയിൽ എഴുതിയത് 2 വാക്കാണ്. യാഹ് എന്ന് പറഞ്ഞാൽ യൂത്ത് ഹേ. യൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഹാൻഡ്, ദൈവത്തിന്റെ കൈ. പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ കൈ എന്ന് പറയുന്നതിൽ കൂടുതലും ന്യായവിധിയെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ കൈ. 2, ദൈവത്തിന്റെ പേരിന്റെ 2ാമത്തെ അക്ഷരമായ ഹേ, ദാറ്റ് ഈസ് ഗ്രേസ്. 1 ദ പണിഷ്മെന്റ് ഓഫ് ഗോഡ്, 2 ദ ഗ്രേസ് ഓഫ് ഗോഡ്. യേശു ക്രിസ്തു പൊടിയിലേക്ക് എഴുതി കൊടുക്കുകയാണ്. 1, നിങ്ങൾക്ക് ദൈവത്തിന്റെ കരത്തിന്റെ ശിക്ഷ വാങ്ങിക്കാം. കാരണം യേശു ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. മറ്റൊരു പ്രധാന കാര്യം ഇതിനകത്തുള്ളത്, ഒരു കുറ്റത്തെ വിധിക്കുമ്പോൾ സാക്ഷികളെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. സാക്ഷികൾ കുറ്റം ചെയ്താൽ, അതായത് ഒരു സാക്ഷി വന്നിട്ട് ഇന്ന കാര്യം ഞാൻ ചെയ്തു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞാൽ, ആ കള്ളസാക്ഷ്യം പറയുന്നവനെ ആ കുറ്റം ഏത് കുറ്റമാണോ ആരോപിച്ചത് ആ കുറ്റം ആ കള്ളസാക്ഷിയുടെ മേൽ വിധിക്കേണ്ടതുണ്ട്. അപ്പൊ കള്ളസാക്ഷി ഏത് കുറ്റത്തിന് വേണ്ടിയാണോ വന്നത്, അവൻ കള്ളസാക്ഷിയെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് കർത്താവ് സാക്ഷികളോട് സംസാരിക്കുന്നതിന് പകരം നേരിട്ട് പറഞ്ഞു, നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നിവിടെ പറഞ്ഞാൽ, മിശിഹ അവിടെ എഴുതി കൊടുത്തത് ഇങ്ങനെയാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പണിഷ്മെന്റിൽ നിൽക്കാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കാം. ഇത് 2 സാക്ഷ്യമാണ്. ഒന്നുകിൽ ദൈവത്തിന്റെ കരവിരുത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം. അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലും 2 സാക്ഷികൾ ആവശ്യമുണ്ട്. 2 സാക്ഷികൾ കൂടാതെ ഒരു പണിഷ്മെന്റും നടത്താറില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ദൈവം ന്യായവിധി അയക്കുന്നതിന് തൊട്ടു മുമ്പ്, യെരൂശലേമിൽ ന്യായവിധി അയക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാദൈവം എന്ത് ചെയ്തു? ദൈവം 2 സാക്ഷികളെ അയക്കുകയാണ്. ഞാൻ അതിലേക്ക് വിശദീകരിക്കാൻ പോകുന്നില്ല. 2 സാക്ഷികൾ ആരാണെന്ന് പിൽക്കാലങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന നാളുകളിൽ നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം, പഠിക്കാം. ഒരുപാട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നാട്ടിലുണ്ട്. പക്ഷേ നമുക്ക് വേദപുസ്തകവും തന്നെ വ്യാഖ്യാനിച്ച് ആരാണ് ആ സാക്ഷികളെന്ന് നമുക്ക് കണ്ടെത്താം. ദൈവത്തിന്റെ ആത്മാവതിനായി കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ഇവിടെ 2 ദൂതന്മാർ ലോത്തിനെ തേടി സോദോമിലേക്ക് എത്തുന്നു. 2 ദൂതന്മാരെ അയച്ചതിന്റെ കാരണം അവിടുത്തെ സംഭവത്തിന്റെ സാക്ഷികളായി 2 പേരെ അയക്കുകയാണ്. ഇവിടെ 2 ദൂതന്മാർ എന്ന് പറയുന്നത് യഹോവയുടെ ദൂതന്മാരാണ്. മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആദമിനെ കുറിച്ച് പറയുന്നു, ഇങ്ങനെ അവന്റെ വംശത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നു. 14-ാമത്തെ അധ്യായം ഉൽപ്പത്തി വരുമ്പോഴേക്കും മൽക്കിസേദെക്ക് എന്നൊരാൾ പെട്ടെന്ന് വരുന്നു. മൽക്കിസേദെക്ക് ആരെന്ന് പോലും നമുക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് മൽക്കിസേദെക്കിന് അപ്പന്റെയും അമ്മയുടെയും പേര് പറയാതെ, വംശവാദി പറയാത്തത് എന്താണെന്ന് ചോദിക്കാൻ, അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇതെല്ലാം ഈ ഒരു സെഷനിനകത്ത് പറഞ്ഞാൽ അത് ബോധ്യമത്. കാരണം 14-ാം അധ്യായത്തിൽ മൽക്കിസേദെക്ക് രംഗത്ത് വരുന്നു. മൽക്കിസേദെക്ക് അന്ന് ആരെന്ന് പോലും വരുന്നില്ല. പക്ഷേ അവൻ ദൈവത്തിന്റെ
ശലേം രാജാവായിരുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു എന്ന് പറയുന്നു. സോ അതിന്റെ അർത്ഥം തന്നെ ഇതിനകത്തൊരു പ്രധാന സൂചകമുള്ളത്, ദൈവം ഒരു കാര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറു സൈഡിൽ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, പ്രവാചകന്മാർ വെളിയിലുണ്ട്, ദൈവത്തിന്റെ ദൂത് വാങ്ങിക്കുന്ന ദൈവമക്കൾ, ദൈവഭക്തന്മാർ. ഈ നറേഷന്റെ പുറത്തുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഞാൻ വിചാരിക്കും 100% അതുപോലെ തന്നെയായിരിക്കാം ഈ സോതോമിലും ദൈവത്തിന്റെ ആലോചനയുമായി ദൈവത്തിന്റെ ദാസന്മാർ ഉണ്ടായിരുന്നു കാണാം. ദൈവത്തിന്റെ ശബ്ദം അവിടെ കേട്ടതാണ്. കാരണം ദൈവം ഒരിക്കലും തന്റെ വചനത്തെ പറയാതെ, തന്റെ ആലോചന പറയാതെ യാതൊരാളെയും ഉപദ്രവിക്കത്തില്ല, ന്യായം വിധിക്കത്തില്ല. അപ്പൊ സാക്ഷികളെ അയക്കുന്നത് ദൈവം അയച്ച പ്രമാണത്തെ, ദൈവം കൊടുത്തതായ ദൂതുകളെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതെങ്ങനെയാണ് അവർ ചെയ്തത് എന്ന് സാക്ഷ്യം വഹിപ്പാൻ രണ്ടുപേരെ അയക്കുന്നു. കാരണം ബിഫോർ ജഡ്ജ്മെന്റ് രണ്ടുപേർ സാക്ഷികളായി പോയേ മതിയാകത്തുള്ളൂ. എന്നാൽ നമ്മൾ അവിടെ ഇരിക്കുന്ന രണ്ടാമത്തെ ഒരു ചിത്രമുണ്ട്, ലോത്ത്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തിന്റെ പട്ടണത്തിന്റെ വാതിലിരിക്കുന്നു. ഈ പട്ടണത്തിന്റെ വാതിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലെ പീടികയിൽ പോയി ഇരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് പട്ടണവാതിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ന്യായാധിപതിയാണെന്നർത്ഥം, അല്ലെങ്കിൽ ജഡ്ജായിട്ടിരിക്കുകയാണ്. അപ്പം ആ പട്ടണത്തിലെ ഒരു സാധാരണക്കാരൻ മാത്രമല്ല, ഹീസ് എ ജഡ്ജ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, ആ ചിത്രം മറ്റൊന്നുമല്ല, ഹീസ് ദ ഹൈ പ്രീസ്റ്റ്, അല്ലെങ്കിൽ ഹീസ് ദ പ്രീസ്റ്റ് ഓഫ് ഗോഡ്, ഹീസ് എ സെർവന്റ് ഓഫ് ഗോഡ്, ഹീസ് എ മാൻ ഓഫ് ഗോഡ് ഹു ഈസ് ജഡ്ജിങ് ദ പീപ്പിൾ. ബിക്കോസ് സിറ്റിയുടെ വാതിൽ എപ്പോഴും ഇരിക്കുന്നത് അവിടുത്തെ എൽഡേഴ്സ് ആണ്, ന്യായം വിധിക്കുന്ന ആളാണ്. ഇതിന് മറ്റൊരു പ്രധാനമായ ഒരു വിഷയം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞതിനെ കോറിലേറ്റ് ചെയ്ത് സംസാരിക്കുക. യേശുക്രിസ്തുവിന്റെ അടുക്കൽ അപ്പോസ്തലന്മാർ ചോദ്യം ചോദിക്കും, കർത്താവേ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? രക്ഷിക്കപ്പെടുവാൻ വളരെ സാധ്യമല്ല, നിങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം എന്നൊക്കെ മുമ്പിൽ വന്ന ആളോട് പറഞ്ഞ ശേഷം യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യും? ഞങ്ങളെ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ, മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു പുനർജനനത്തിൽ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. സോ അപ്പോസ്തലന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം ആ പുനർജനന കാലത്ത് ന്യായാധിപന്മാരാക്കി നിർത്തിയിരിക്കുന്നു, ന്യായം വിധിക്കാൻ നിർത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചേക്കണം, ന്യായം വിധിക്കാനായിട്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകൾ വരിക. അപ്പോസ്തലന്മാരോട് നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. നമ്മുടെ ആളുകൾ ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത് ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, ഇത് പുനർജനനത്തിലാണ്. റീജനറേഷൻ, ദ ടൈം ഓഫ് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുതൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത നാൾ മുതൽ, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന നാൾ മുതൽ, ആ ഇരുന്ന നാൾ മുതൽ യേശുക്രിസ്തു മടങ്ങി വരുന്ന AD 70 വരെയുള്ള കാലഘട്ടത്തിലെ 40 വർഷങ്ങൾ, ആ 40 വർഷമാണ് മിശിഹായുടെ ആദാമ്യ ഭരണം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം പറയാം. പിന്നെ ആദാമ്യ ഭരണം, 2 ഭരണമാണ് ക്രൈസ്റ്റിനുള്ളത്. ഒന്ന് AD 30 മുതൽ AD 70 വരെ യേശുക്രിസ്തു ആദാമിന്റെ നഷ്ടപ്പെട്ട ഭരണത്തെ പൂർത്തീകരിച്ചു, കൃത്യമായി ആ രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. രാജ്യം പിതാവിനെ ഏൽപ്പിച്ചു. അപ്പൊ ഏത് രാജ്യമാ? ആദാമ്യ രാജ്യത്തെ പിതാവിന്റെ, കാരണം യേശു ഒടുക്കത്തെ ആദാമായിരുന്നു. സോ യേശു ഒടുക്കത്തെ ആദാമായിരിക്കുമ്പോൾ ആദാമിന്റെ ഭരണത്തെ സ്വീകരിച്ചിട്ട് യേശുക്രിസ്തു 1000 ആണ്ട് എന്ന് പറഞ്ഞ മില്ലേനിയം എന്ന് ഇവിടെ നമ്മുടെ തിയോളജൻസ് പറയുന്ന 40 വർഷത്തെ ആ കാലഘട്ടം കൊണ്ട് ഭൂലോകം മുഴുവൻ, ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളുടെയിലും സുവിശേഷം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. കർത്താവ് 40 വർഷം കൊണ്ട് ഭൂലോകം മൊത്തം സുവിശേഷം പറഞ്ഞു. അതാണ് കർത്താവിന്റെ ഭരണം, അതാണ് ക്രിസ്തുവിന്റെ സക്സസ്, ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ഹിസ് റെയിനിങ്. സോ ആ സമയത്ത് അപ്പോസ്തലന്മാർ 12 പേർ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്നു. അപ്പൊ നമ്മൾ വരും, അവർ സുവിശേഷമല്ലേ പ്രസംഗിച്ച്? സത്യമാണ്. അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ആ സുവിശേഷത്തിന്റെ മറു സൈഡിൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു ജഡ്ജ്മെന്റ് അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, പെന്തിക്കോസ്തിനകത്തൊരു ഭയങ്കര സംഭവം നടന്നു. പെന്തക്കോസ്തിന്റെ അന്ന് 2-ാം നാൾ, അത് അപ്പോസ്തലത്തിന്റെ 2-ാം അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് 12 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു, 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ അവനെ ഇരുത്തി. വാ!
മിശിഹാതമ്പുരാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ ദൂത് പ്രഖ്യാപിപ്പാൻ, ദൈവത്തിന്റെ ഹെറാൾഡ്, അവിടെ അതേ പറഞ്ഞത് ദൈവത്തിന്റെ ദൂതിനെ പ്രസ്താവിപ്പാൻ അവർ എഴുന്നേറ്റ് നിന്നു. ഞാൻ തുറന്നു പറയാം, ഒരു സുവിശേഷകൻ, ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു അഭിഷക്തൻ, ഞാൻ ആ വാക്ക് ഒന്ന് തെറ്റായിട്ട് ധരിക്കുകയല്ല, ഒരു അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ കാരണം അവന്റെ നാഥൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അവൻ എഴുന്നേറ്റാൽ അവന്റെ നാവിൽ സ്വർഗത്തിന്റെ ഹെറാൾഡ്, ദൈവത്തിന്റെ ദൂത്, ദൈവത്തിന്റെ പ്രഖ്യാപനം അവർ അതായത് 11 പേരോട് എഴുന്നേറ്റ് നിന്ന് പത്രോസ് വാചകമടിക്കല്ലേ ചെയ്തത്? ഹി വാസ് ജഡ്ജിങ് ദ പീപ്പിൾ. നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ കർത്താവായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹി വാസ് നോട്ട് പ്രീച്ചിങ് ദ ഗോസ്പൽ, ഹി വാസ് ജഡ്ജിങ് ദ പീപ്പിൾ. അതുകൊണ്ടാണ് ജഡ്ജ്മെന്റ് വന്നപ്പോൾ അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ കൈയടിച്ചു എന്നല്ല, തുള്ളിച്ചാടി എന്നല്ല. ഹി വാസ് wounded in the heart because he was not preaching the good news. He was just proclaiming the judgment. Glory to God. അവൻ അവിടെ ന്യായം വിധിക്കുകയായിരുന്നു. കൃപയാൽ ആ ജഡ്ജ്മെന്റിന്റെ ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തു. They were saved. ഇതുപോലെ 12 ഗോത്രങ്ങളെയും 12 അപ്പോസ്തലന്മാർ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ചെന്ന് സുവിശേഷത്തെ സംസാരിക്കുക. യേശു പറഞ്ഞു, 12 ഗോത്രങ്ങളെ 12 സിംഹാസനങ്ങളിൽ നിന്ന് ന്യായം വിധിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലായി അത് വിശ്വസിക്കാത്തവർ, സ്വീകരിക്കാത്തവർ, സ്വർഗത്തിന്റെ വിളംബരത്തെ സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളെയും ജഡ്ജ് ചെയ്യുവാൻ സിംഹാസനത്തിൽ നിന്ന് മനുഷ്യപുത്രൻ തേജസ്സോടെ മേഘങ്ങളിൽ ദൂതന്മാരുമായി വെളിപ്പെട്ടു വരികയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ചിത്രം നോക്കിക്കേ, ദൂതന്മാരെ അയക്കുന്നു, 2 ദൂതന്മാർ, 2 സാക്ഷികൾ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന എല്ലാ നല്ല കർത്താവ് എപ്പോഴും കണക്ഷൻ നമുക്ക് എപ്പോഴും തരും. നമ്മുടെ ഹൃദയത്തിൽ വാഞ്ചയുണ്ടെങ്കിൽ, ഞാൻ തമ്മനോട് പറഞ്ഞ കർത്താവ് ഈ സോദോമുമായിട്ട് എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ, ദൂതന്മാരുമായിട്ടും അല്ലെങ്കിൽ ആ സാക്ഷികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ചൊരു കാര്യം പറയാം. ഞാൻ ആ 2 സാക്ഷികളെ കുറിച്ച് പിന്നെ പ്രസ്താവിച്ചോളാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 2 സാക്ഷികളെ ദൈവം എന്ത് ചെയ്യുക, അയക്കുന്നു. അവര് പ്രവചിക്കുന്നു. അവരുടെ മുമ്പിൽ ആകാശം അടയുന്നു. ഒത്തിരി അടയാളങ്ങൾ സംഭവിക്കുന്നു. അതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിച്ചോളാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളഞ്ഞു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രീമെന്നും പേരുള്ള നഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവങ്ങൾ കിടക്കും. പേരെന്താണ്? ആത്മീകമായി സോദോമെന്നും മിസ്രീമെന്നും പേരുള്ള മഹാനഗരത്തിൽ അവരുടെ ശവം കിടക്കും എന്ന് പറഞ്ഞാൽ, ആ സാക്ഷികൾ എന്ത് ചെയ്യാണ്? അവിടെ എവിടെയാ കൊല്ലപ്പെടുന്നത്? സോദോമിൽ. അപ്പം സാക്ഷികൾ ഇപ്പൊ എവിടെയാ എത്തിയത്? ഇപ്പൊ നമുക്ക് ഇവിടെ പഴയ നിയമത്തിലേക്ക് 19 വരുമ്പോൾ 2 ദൂതന്മാർ എവിടെത്തി? സോദോമിലെത്തി. ആത്മീക ഭാഷയെ പറഞ്ഞാൽ യെരുശലേമിലെത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഓൾഡ് കവനന്റ് ഈസ് ദ ഷാഡോ, ന്യൂ ടെസ്റ്റമെന്റ് ഈസ് ദ റിയാലിറ്റി. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ, അതായത് ഇവിടെ വെളിപ്പാട് പുസ്തകം 11-ാമത്തെ 2 സാക്ഷികൾ അവർ എവിടെത്തുന്നു? പ്രസംഗിക്കുന്നു, മഹാനഗരമായ സോദോമിൽ. സോ എന്തുകൊണ്ടാണ് ദൈവം സോദോമുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്? കാരണം ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു പാറ്റേൺ ന്യൂ ടെസ്റ്റമെന്റിൽ പരിശുദ്ധാത്മാവ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ സോദോമിന്റെ സംഭവത്തെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് ആളുകൾ വായിച്ച് പേടിക്കാനല്ല, കരയാനല്ല, മറിച്ച് ഇത് സംഭവിക്കാൻ പോകുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം, അതായത് യഥാർത്ഥമായിട്ട് ഇത് യെരൂശലേമിൽ ഇസ്രായേലിന് സംഭവിക്കാൻ പോകുന്നു എന്ന് സ്വർഗം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇനി നോക്കിക്കേ, അവൻ നമസ്കരിക്കുന്നു, പട്ടണവാതിലിരിക്കുന്നു. ഞാൻ അതിനെ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. പട്ടണവാതിലിരിക്കുന്നവൻ ജഡ്ജാണ്. ദാറ്റ് മീൻസ് സോദോമിലെ ദൈവത്തിന്റെ ദാസൻ, അപ്പോസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ദൈവത്തിന്റെ എന്തോ പറയുന്നത്, പുരോഹിതൻ. സോദോമിലെ പുരോഹിതൻ ലോത്താണ്. He was there to carry the word of God. കാരണം അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നീതിമാനായ ലോത്ത്. കാരണം നീതിമാനായ ലോത്ത് was proclaimed the righteousness of God. He has proclaimed the holiness of God. He has proclaimed the God's word. Praise God. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല.
പരിഹസിക്കുന്നവരെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ദൈവത്തിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാർ ന്യായാധിപന്മാരായി ജഡ്ജ് ചെയ്യുന്നു. ഞാൻ അതിന് മറ്റൊരു തെളിവ് കൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ പത്രോസ് സുവിശേഷം പറഞ്ഞ് പ്രൈസ് ലോർഡ് സിസ്റ്റർ സഫീറ, പ്രൈസ് ലോർഡ് ബ്രദർ അനന്യാസ് എന്ന് പറഞ്ഞ് അവരുടെ നേരെ ഗുഡ് ന്യൂസ് അല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം ചെയ്യുവാൻ നിങ്ങളുടെ ഹൃദയത്തെ സാത്താൻ വശീകരിച്ചതെന്ത്? ദാറ്റ് ഇസ് നോട്ട് ദ ഗുഡ് ന്യൂസ്, ദാറ്റ് ഇസ് എ ജഡ്ജ്മെന്റ്. സോ എന്തുകൊണ്ട് അവിടെ മരണം നടന്നു? ബിക്കോസ് ദ അപ്പോസ്റ്റൽസ് വെയർ നോട്ട് ഇൻ ദ പുൾപിറ്റ്, ദേ വർ ഇൻ ദ ത്രോൺ. ഗ്ലോറി ടു ഗാഡ്. എന്തുകൊണ്ടാണ് ഹെരോദാവ് കൊല്ലപ്പെട്ടത്? അപ്പോസ്റ്റൽസ് ആർ ഇൻ ദ ത്രോൺ. ദേ ആർ ജഡ്ജിങ്. ബിക്കോസ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ ഗുണീകരണ കാലത്ത്, പുനർജനന കാലത്ത് എന്തുകൊണ്ട് അവിടെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു? എന്തുകൊണ്ട് അവിടെ ന്യായവിധി സംഭവിച്ചു? ജസ്റ്റ് ബിക്കോസ് the apostles were on the throne of God, they were judging the people. Okay, praise the Lord. അടുത്ത വാക്യത്തിൽ ഞാൻ രണ്ടാമത്, യജമാനനെ അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകൾ കഴുകി രാപ്പാർപ്പിൻ, കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞതിനല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കും എന്നവർ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നോക്കിക്കേ. ഈ അവിടെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട രണ്ട് സാക്ഷികൾ എവിടെയാ പ്രസംഗിക്കുന്നത്? ദേ ആർ പ്രീച്ചിങ് ഇൻ ദ സ്ട്രീറ്റ്. ഇവിടെ ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കാം. നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്തോണേ കേട്ടോ. ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കും എന്നവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ട് ഭക്ഷണം കൊടുത്തു. പുളിപ്പില്ലാത്ത അപ്പം ഇതെന്ത് ഈ പുളിപ്പില്ലാത്ത അപ്പം? ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പുസ്തകം എഴുതുന്നത് മിസ്രൈമിൽ നിന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിച്ച ശേഷം അതിനാൽ വിടുതല പ്രാപിച്ച ജനം മരുഭൂമിയിലൂടെ വരുന്ന വഴിയിലാണ് ഈ മെസ്സേജുകൾ, ഈ പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പൊ പുളിപ്പില്ലാത്ത അപ്പം എന്ന് മോശ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഹാപ്പൻ ഓൺ ഈജിപ്റ്റ്. ഈജിപ്തിൽ എന്താണ് സംഭവിച്ചതെന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ? ഇറ്റ് ഈസ് പാസ് ഓവർ. ഇറ്റ് ഈസ് എ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിന്റെ കാൽവറി മരണം. അപ്പൊ പാസ് ഓവർ കഴിഞ്ഞിട്ടാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്. ദാറ്റ് മീൻസ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ്സ് ദ പാസ് ഓവർ. നിങ്ങൾക്കറിയാമോ, ഈ സോദോം ഗോമോറയിൽ ആദ്യമായിട്ട് അവർ വരുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ it shows that the event is going to happen in Jerusalem is based on these festivals. Hallelujah. കാരണം ഇവിടെ ഫെസ്റ്റിവലിനെ ഡിനോട്ട് ചെയ്യുക. കാരണം when you go to the book of Acts, നമ്മൾ ഇവിടെ കാണുന്നു യേശുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുവിന്റെ പുനരുത്ഥാനം, പെന്തിക്കോസ്ത്, 4 ഉത്സവങ്ങൾ നിറവേറി. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം 3 ഉത്സവങ്ങൾ കൂടെ നിറവേറാനുണ്ട്. എന്തൊക്കെയാണ്? കൂടാരത്തിന്റെ പെരുന്നാൾ, കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര ദിവസം, കൂടാര പെരുന്നാൾ. ഈ 3 ഉത്സവങ്ങളുടെ നിറവേറാനുണ്ട്. ഈ 3 ഉത്സവങ്ങളും ക്രിസ്തുവില നിറവേറേണ്ട. തുടക്കം എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെയാണ് പാസ് ഓവർ. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് 3 ഉത്സവങ്ങൾ ഒന്നായിട്ട്. അൺലെവൻ ബ്രെഡ്, കാരണം പെസഹായിലും അൺലെവൻ ബ്രെഡാണ് എടുക്കുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും അൺലെവൻ ബ്രെഡാണ് എടുക്കുന്നത്. ആദ്യബലക്കറ്റയുടെ പെരുന്നാളിലും ആ ആദ്യബലമായി അർപ്പിക്കുന്ന അപ്പവും എന്തുവാ? പുളിപ്പില്ലാത്ത അപ്പം. അപ്പൊ പുളിപ്പില്ലാത്ത ആ പെരുന്നാൾ എന്ന് പറഞ്ഞ 3 പെരുന്നാളും കൂടെ ചേർന്ന്, ദാറ്റ് മീൻസ് ദ ഡെത്ത് and the resurrection of the Lord Jesus Christ. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ അസെൻഡഡ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഇവിടെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കർത്താവിന്റെ മരണം, കർത്താവിന്റെ അടക്കം, കർത്താവിന്റെ പുനരുത്ഥാനം, കർത്താവിന്റെ ഉയർസ്വർഗാരോഹണം. കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ഇനി അവൻ is going to come back. He's going to come back. അവൻ വരുന്നതിന് മുമ്പ് God sent his witness to the city. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. നിങ്ങളുടെ മനസ്സ് അവിടുത്തെ സംഭവമായിട്ട് വേണം. മറ്റൊരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവും. നിങ്ങൾക്കറിയാമോ എപ്പോഴാണെന്നറിയാമോ യെരുശലേമിനെ റോമക്കാർ ഉപരോധിച്ചത്? AD 66, എനിക്ക് തോന്നുന്നു 66 തോന്നുന്നു, ആബീബ് മാസം 14-ാം തീയതി. ആബീബ് മാസം 14-ാം തീയതി ഏകദേശം 20 ലക്ഷത്തോളം യഹൂദന്മാർ യെരുശലേമിന്റെ പട്ടണത്തിലെത്തി. എന്തിനു വന്നു? പാസ് ഓവറിന് വന്നു. ആലോചിച്ച് നോക്കിയേ,
ജനം മുഴുവൻ എത്തി. കാരണം പാസ് ഓവർ എല്ലാവരും എത്തി. ആ നിമിഷത്തിൽ ഈ ജനതയെ, എനിക്ക് തോന്നുന്നു AD 66 AD 70 തന്നെ, 5 മാസത്തിന് തൊട്ട് മുമ്പ്, 5 മാസം, അതായത് 5 മാസത്തോളം അവിടെ അതിനെ ഉപരോധിച്ചു. അതായത് ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ പട്ടണത്തിന്റെ വാതിലിനെ അടച്ചു, ആ ഉപരോധം ഏർപ്പെടുത്തു, പട്ടണത്തെ സൈന്യം വളഞ്ഞു, ഒരൊറ്റ ആൾക്ക് പോലും പുറത്തു പോകാൻ കഴിയാത്ത നിലയിൽ പാസ് ഓവറിന് വന്നവരെല്ലാം തന്നെ ഇതിനകത്തായി. ഇത് മൊത്തം കണക്റ്റഡാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ദൂതന്മാർ വരുന്നു, ലോത്ത് വിളിച്ചകത്ത് കയറ്റുന്നു, പുളിപ്പില്ലാത്ത അപ്പം. ഇതെന്തുകൊണ്ട് ഈ വാക്ക് കൊടുത്തെന്ന് ചോദിച്ചാൽ, അവിടെ പുളിക്കാത്ത മാവിരുന്നത് അപ്പം കൊടുത്തതല്ല. ഇതിനകത്തൊരു മെസ്സേജ്, ദീസ് ഓൾ തിങ്സ് ആർ റിലേറ്റഡ് ടു ദ സീച്ച് ആൻഡ് ദ ജഡ്ജ്മെന്റ് അപ്പോൺ ഇസ്രായേൽ ആൻഡ് ജെറുസലേം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ബാക്കി കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കട്ടെ. ഓക്കെ, അവർ ഉറങ്ങുവാൻ പോകുമ്പോൾ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. ഈ എല്ലാവരും വന്ന് വീട് വളയാൻ ഒരു കാരണം, എല്ലാവരും വന്ന് വീട് വളഞ്ഞു. ഇത് വായിച്ചു കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുന്നത്, ഹൈപ്പർബോളയായിട്ട് തോന്നില്ലേ? നോക്കിയേ, ആബാലവൃത്തം എന്നൊക്കെ പറഞ്ഞ വാക്കിനർത്ഥം ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ വന്ന് വീട് വളയ. ക്യാൻ ഇമാജിൻ ദാറ്റ്? ഒരു കൊച്ചു വീടിന്റെ പുറത്ത് ഒരു 20,000 പേര് അവിടെ ഉണ്ടെങ്കിൽ ആ 20,000 പേരും കൂടെ വന്ന് ഒരു വീട് വളയാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ട് ഹൈപ്പർബോളയല്ലേ? കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ എക്സാജറേഷൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് എക്സാജറേഷൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാനിത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി തരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പർബോള എന്ന് പറയുന്നത് ഏൻഷ്യന്റ് റൈറ്റിംഗ്സിന്റെ ഒരു പ്രത്യേകത. ഇപ്പം ഈ ഹാനോക്ക് 365 വർഷം ജീവിച്ചിരുന്നു. ആദം 930 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഇങ്ങനെ 969 വയസ്സ് വരെ ജീവിച്ചിരുന്നു. നോഹ 930 വയസ്സ്. ഇങ്ങനെയൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ചിന്ത വരുന്നത്? ഭയങ്കര ആയുസായിരുന്നു. അല്ല പ്രിയപ്പെട്ടവരെ, അത് ഹൈപ്പർബോളയാണ്, അത് അതിശയോക്തിയാണ്. അത് ആധുനികമായ മനുഷ്യർ മനസ്സിലാക്കുന്ന പോലെയല്ല, ഏൻഷ്യൻ പുരാതന എഴുത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രം. നിങ്ങൾക്കത് മനസ്സിലാക്കണം. ഈ സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അവരുടെ കാലങ്ങൾ നോക്കണം. അവരുടെ ഡൈനാസ്ട്രിയുടെ ഒരു രാജാവ് എത്ര വർഷം ഭരിച്ചു എന്നൊക്കെ പോകും. ഞാൻ അതിനകത്ത് ഒരു സുമേറിയൻ രാജാവിന്റെ ഒരു ലിസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. 28,000 years, 46,000 years, 60,000 years, 3 ലക്ഷം വർഷങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹൈപ്പർബോള, ഒരു രാജാവ് ഭയങ്കരനാളെന്ന് കാണിക്കാൻ. സോ ആദം മുതലുള്ള നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 11ാമത്തെ അധ്യായം വരെയുള്ള എല്ലാ വാക്കുകളും എല്ലാ സംഖ്യകളും നിങ്ങൾ മനസ്സിലാക്കണം, ഹൈപ്പർബോളയാണ്. ഇറ്റ് ഇസ് എ സ്റ്റൈൽ ഓഫ് ഏൻഷ്യൻ റൈറ്റിംഗ്സ്. ഓക്കെ, അതുപോലെ തന്നെയാണ് അത് ഇങ്ങോട്ടുണ്ട് കേട്ടോ. പിന്നെ 600,000 പേരെന്നൊക്കെ, 6 ലക്ഷം പേരെന്നൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞില്ല. 6 ലക്ഷം പേരുമായിട്ട് മോശ, നിങ്ങൾ ആലോചിച്ച് നോക്കി, 6 ലക്ഷം പേരെ മോശയ്ക്ക് എങ്ങനെ നയിക്കാൻ പറ്റും? മിനിമം മോശയ്ക്ക് ഒരു 1000 അടി ഹൈറ്റ് എങ്കിലും വേണം. കാരണം അല്ലെ ഈ 6 ലക്ഷം പേരെ ഒന്ന് കാണാൻ പറ്റത്തില്ല. ഈ 6 ലക്ഷം പേർക്ക് താമസിക്കണമെങ്കിൽ 40,000 കിലോമീറ്റർ സ്ക്വയർ വേണം. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 45,000 45 കിലോമീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിലേ ഈ ഇത്രയും ആളുകൾക്ക് താമസിക്കാൻ പറ്റത്തും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ 45 കിലോമീറ്റർ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ 45 കിലോമീറ്റർ അങ്ങനെ തോന്നുന്നു സ്ക്വയർ അല്ലേ? കറക്റ്റ് അല്ല, അങ്ങനെ ഒന്നത്തില്ല. അതായത് ഒരു 45 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ക്യാമ്പ് ഉണ്ടാക്കും. അത് അത്രയും വീതിയും വേണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. കണക്ക് തെറ്റിപ്പോയി ക്ഷമിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മാത്രമല്ല അവരുടെ ആടുമാടുകളുണ്ട്, പിന്നെ അവർക്ക് മന്ന പെറുക്കണം, പിന്നെ 45,000 പേരും ബാത്റൂമിൽ പോകണം, അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യണം. എന്തുമായിരിക്കും അവസരം ചിന്തിക്കാൻ പറ്റുന്നത്? ഇതൊന്നും അങ്ങനെ ഇല്ല പ്രിയപ്പെട്ടവരെ. മിനിമം ഒരു 25,000 ഒരു 30,000 ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഇസ്രായേൽ മക്കളുടെ കൂടെ പുറപ്പെട്ടത്. അത് ഇത്രയും പേര്, അത് ഹൈപ്പർബോളയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഴയ നിമിത്തമുണ്ട്. അത് തന്നെ ഞാൻ മുമ്പ് ഒരിക്കലും ഒരു പഠനത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യമെങ്കിൽ നമുക്ക് പിന്നെ അതിനകത്ത് പോകാം. അപ്പൊ ഇവിടെ ആവാലവൃത്തം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെയുള്ള കൈക്കുഞ്ഞു മുതൽ അപ്പച്ചന്മാര് വരെ വടിയും കുത്തി വാടാ ഇറക്കി വിടറ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതല്ല. അർത്ഥം സോതോമിന്റെ മനസ്സിലാക്കുന്നത്, സോതോമിന്റെ പാപം ഇറ്റ് ഇൻക്ലൂഡഡ് ഓൾ പീപ്പിൾ.
അതിനകത്ത് ആരും ഒഴിവല്ല. എവ്രി വൺ ഫ്രം ചൈൽഡ് ടു ദ ഓൾഡ് മാൻ. എല്ലാവരിലുമേക്ക് എന്തുണ്ട്? ആ തെറ്റ് അല്ലെങ്കിൽ സോതോമിനെ കുറിച്ചുള്ള പാപത്തിന്റെ ആ ആഴം ഇവരുടെ മുഴുവന്റെ മേലുമുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾ ആർ യുണൈറ്റഡ് ടു ഡു ദ ക്രൈംസ്. അവർ ചെയ്ത എല്ലാ പ്രവൃത്തികളും അവർ ഒരുമയിലായിരുന്നു. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന് പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവരോട് പറഞ്ഞു. ഭോഗിക്കേണ്ടതിന് പുറത്തു കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ട്രൂത്ത്, ഈ നമ്മൾ ഈ വേദവസം വായിക്കുമ്പോൾ ഇവിടെയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ സാമൂഹികമായ ഒരു വിപത്ത് അങ്കുരിച്ച്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഗെയ്സിനെയും ആണാണിനോടും പെണ്ണിനോടും അവലക്ഷണ പ്രവൃത്തി. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെ വാക്യങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് ആണാണിനോടും പെണ്ണിനോടും അവലക്ഷണം കാണിക്കുന്നതിന് വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഹി ടുക്ക് ദിസ് ഇൻസിഡൻസ് ദിസ് ഓൾ സ്ക്രിപ്ചേഴ്സ് ഫ്രം ദിസ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെന്ത് ചെയ്യാം? ഭോഗിക്കേണ്ടതിന്. ഇപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം നോക്കി, വാട്ട് ഇസ് മീനിങ് ഓഫ് ദിസ് വേഴ്സ്? ഈ 2 പുരുഷന്മാരെ ഈ പട്ടണത്തിലെ മുഴുവൻ ആളുകളും ഭോഗിക്കാൻ വരികയാണ്. ഇതിൻ്റെ അകത്ത് മീനിങ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ സോതോമിന്റെ പാപം എന്താണെന്ന് മനസ്സിലാക്കുക. സോതോമിന്റെ പാപം എന്താണെന്ന് എസെക്കിയേലിനോട് ചോദിച്ചാൽ എസെക്കിയേൽ പറഞ്ഞുതരും എന്തുവാണ് പാപം. അത് മനസ്സിലാക്കാൻ എസെക്കിയേലിന്റെ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യത്തിലേക്ക് പോവുക. എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായത്തിന് 40-ാം വാക്യം. നിന്റെ സഹോദരിയായ സോതോമിന്റെ അകൃത്യം. ഇത് ഈ നിന്റെ സഹോദരി എന്ന് പറഞ്ഞ യെരൂശലേമിന്റെ സഹോദരി എന്നാണ്. ഇത് യെരൂശലേമിനോടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സോതോം വാസ് ദ സിസ്റ്റർ ഓഫ് ജെറുസലേം. ജെറുസലേം is a covenant people. Okay, that means സോതോം, സിറ്റി, ഗോമോറ എല്ലാം തന്നെ is a participants of that covenant. അതായത് പറഞ്ഞത്, അല്ലാതെ ദൈവം ഉടമ്പടി ഇല്ലാത്ത ഒരാളെ കൊല്ലാൻ പോകത്തില്ല. അപ്പൊ യെരൂശലേമിനെ ദൈവം ആരോട് പറയാം? സിസ്റ്റർ ഓഫ് ജെറുസലേം. നിന്റെ സഹോദരിയായ സോതോമിന്റെ അകൃത്യവും ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. അവളുടെ പുത്രിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോതോമിന്റെ കൂടെയുള്ള നാട്ടുരാജ്യം. ഇവരുടെ പാപം എന്താ? ഗർവം, തീൻപുളപ്പ്, നിർഭയ സ്വൈര്യം. ഇഷ്ടത്തിന് ജീവിക്കുക, ഇഷ്ടം പോലെ തിന്നുക, ബോധിച്ച വഴി ജീവിക്കുക. മാത്രമല്ല ഇവരുടെ ഇടയിൽ എന്തുണ്ട്? അഡൾട്ടറി ഉണ്ട്. സ്വൈരമായിട്ട് അഡൾട്ടറി. ഈ അഡൾട്ടറി എന്ന വാക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ? ബൈബിളിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ എപ്പോഴും അഡൾട്ടറി ഈസ് കണക്റ്റഡ് വിത്ത് ഐഡലട്രി. അഡൾട്ടറിയും ഐഡലട്രിയും ഒന്നാണ്. അതായത് വിഗ്രഹാരാധനയെ ദൈവം അഡൾട്ടറിയോടുള്ള ബന്ധത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചത്? അഡൾട്ടറിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പുരുഷൻ തന്റെ സ്വന്തം ഭാര്യയിൽ ആനന്ദം കണ്ടെത്തുന്നതിന് പകരം, ഞാനത് ഓപ്പണായിട്ട് സംസാരിക്കുന്നു, ഒരു അന്യ സ്ത്രീയുമായിട്ടോ അല്ല ഒരു അന്യ പുരുഷനുമായിട്ടോ അവരുടെ ശരീരത്തിന്റെ സുഖത്തെ തേടി, ആ ആനന്ദം തേടി പോകുന്നതിനെയാണ് അഡൾട്ടറി എന്ന് പറയുന്നത്. അഡൾട്ടറേറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ശരീരത്തിന്റെ സുഖം ന്യായമല്ലാത്ത നിലയിൽ അവർ സ്വീകരിക്കാൻ പോകുമ്പോൾ അതിനെ ബൈബിൾ വിളിക്കുന്നു അഡൾട്ടറി. സെയിം ആണ് വിഗ്രഹാരാധന. സത്യദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിന് പകരം മറ്റൊരു ദേവനിൽ ആനന്ദം കണ്ടെത്താൻ, അഭയം കണ്ടെത്താൻ, അപേക്ഷ നൽകാൻ, ആശ്രയിക്കാൻ പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ അതിനെ വിളിക്കുന്നു അഡൾട്ടറി. ഓക്കെ, മറന്നു പോകരുത് അഡൾട്ടറി. അപ്പം ദൈവത്തിന് മാത്രം അങ്ങനെ അത് ഭൂതി നിമിത്തത്തിൽ ആലോചിച്ച് നോക്കി. ദൈവം തമ്പുരാനിൽ ആനന്ദം കണ്ടെത്തുന്നതിന് പകരം ആ ആനന്ദം നമ്മൾ പണത്തിലോ പദവിയിലോ ജോലിയിലോ മക്കളിലോ വീട്ടിലോ പദവിയിലോ ഉപയോഗിക്കുന്ന വസ്തുക്കളിലോ ആഡംബരത്തിലോ കാട്ടിയാൽ, according to the New Testament, the biblical principle, that is adultery. ഒരാൾക്ക് അഡൾട്ടറി ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു സ്ത്രീയുടെ അടുക്ക പോകണ്ട. ന്യൂ ടെസ്റ്റമെന്റിന്റെ ബേസ്. ന്യൂ ടെസ്റ്റമെന്റ് പറഞ്ഞാൽ കിങ്ഡത്തിന്റെ ബേസ്. അതാണ് കിങ്ഡത്തിന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര പവർഫുൾ.
അതുകൊണ്ട് കർത്താവ് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് ശരീരത്തിനായി നിങ്ങൾ ചിന്തിക്കരുത്. ഇഫ് യു ആർ ഗോയിങ് ആഫ്റ്റർ ഫോർ യുവർ ബോഡി, ശരീരത്തിന് വേണ്ടി, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടതല്ല, നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടതല്ല, നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കേണ്ടതല്ലോ. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആനന്ദമെങ്കിൽ ദാറ്റ് ഈസ് അഡൾട്ടറി. യു ആർ അഡൾട്ടറി, യു ആർ ഡൂയിങ് അഡൾട്ടറി. സോ ബിവെയർ ഓഫ് ഇറ്റ്. ഇപ്പൊ ഇത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. അപ്പൊ ഈ ഐഡലേറ്ററി എന്തായിട്ട് മാറി? അഡൾട്ടറി ആയി മാറി. അതാണ് തോന്നുന്നത്. ആദ്യം നഷ്ടപ്പെടുന്നത്, ഞാൻ ഇവിടെ ഒരു പ്രിൻസിപ്പിൾ പറയാൻ ആഗ്രഹിക്കും. ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, നമ്മൾ ആനന്ദം കണ്ടെത്താൻ തുടങ്ങും. ദൈവത്തെ കൂടാതെ നമ്മൾ നമുക്കായി ഏതു മേഖല ആയിക്കോട്ടെ, അത് ഇന്റർനെറ്റ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അറിയാലോ എന്തെല്ലാം കാര്യമുണ്ടല്ലോ. അത് കർത്താവിൽ സന്തോഷിക്കുന്നതിന് പകരം നമ്മൾ എവിടെ സന്തോഷിച്ചാലും അതിന്റെ പേര് ഐഡലേറ്ററി എന്നാണ്. ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ അഡൾട്ടറി. ഇവിടെ കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? അല്ലാതെ ഒരിക്കലും ഒരാളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയിട്ട് അഡൾട്ടറിയിൽ വീഴത്തില്ല. അതുകൊണ്ടാണ് ന്യൂ കവനന്റ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നത്, വി കൻ ഓവർകം ദിസ് സിൻ ബിക്കോസ് വി ആർ എൻജോയിങ് ഗോഡ്, ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദ ട്രിനിറ്റി, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. Again and again and again നമ്മൾ പറയുന്നതിന്റെ കാരണം, we are enjoying Christ, we are enjoying the word, we are enjoying the heaven, and we are enjoying the presence of God. So we are not living for our pleasure, we are not seeking the pleasures of our body, we are not enjoying food too, we are enjoying the word of God. Hallelujah. So that means നമ്മൾ ഒരിക്കൽ പോലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്ലഷറിന് വേണ്ടി പോകാത്തത് കൊണ്ട് നമ്മൾ എൻഡ് അപ്പ് ചെയ്യുന്നത് സോദോമിൽ അവസാനിക്കത്തില്ല. ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇത് തന്നെയാണ് യെരൂശലേമിന് സംഭവിച്ചത്. യെരൂശലേമിൽ സംഭവിക്കുമ്പോൾ ധനവാനെ ലാസറിനെ കഥയ്ക്കകത്ത് മഹാപുരോഹിതനായിരിക്കുന്ന ആളിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ധനവാൻ എന്ന് പറഞ്ഞ മഹാപുരോഹിതനാണ്. ധൂപർ വസ്ത്രവും പട്ടും ധരിച്ച് ഇഷ്ടം പോലെ കഴിച്ച് ജീവിക്കുന്നു. He end up in hell. He end up in judgment. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീൻപുളപ്പ്, നിർഭയവാസം, ഗർവം, ഇതെല്ലാം തന്നെ ഇസ്രായേലിനുണ്ടായിരുന്നു. അവസാനം ദൈവപുത്രനായ ക്രിസ്തുവിനെ റിജക്ട് ചെയ്തു. ബിക്കോസ് ദേ ഹാവ് എവറിത്തിങ് എന്ന് പറഞ്ഞാൽ സോദോമിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തു വരുന്ന കാലത്ത് അപ്പോസ്റ്റേറ്റ്, അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റി, ദൈവത്തെ മറുതലിച്ചു പോയ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ പൊക്കലുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ മുമ്പോട്ട് പോവാം. ഇവിടെ പ്രധാനമായിട്ട് അടുത്ത വാക്യം നോക്കി, 6-ാം വാക്യം. ലോത്ത് വാതിക്കൽ അവരുടെ അടുക്കൽ പുറത്തു നിന്ന് കതക് അടച്ചു വെച്ചു. സഹോദരന്മാരെ ദോഷം ചെയ്യരുതേ. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുക. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ. ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീടിന്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. ഈ നമുക്ക് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ലെസണാണ്. ഇതിനകത്ത് ലെസൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ Glory to God. 1 minute. Glory to Jesus. Glory to Jesus. Mighty God. ഞാനൊരു റെഫറൻസ് നോക്കുമായിരുന്നു. ജസ്റ്റ് നമ്മൾ ബൈബിളിൽ ഒരു വാക്യയുടെ റെഫറൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ട് ഞാൻ മറന്നുപോയി. ഓക്കെ, എനിവേ, നമ്മൾ ബൈബിൾ പറഞ്ഞിട്ടില്ലേ ഈ തലമുറയെ കുറിച്ച്? അവർ മക്കൾ അപ്പനെയും അപ്പൻ മക്കളെയും വിട്ടുകളയും, അവർക്കെതിരാകും. അങ്ങനെ വാക്യമുണ്ട്. ഞാൻ ആ റെഫറൻസ് ഓർമ്മ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരു പിക്ചർ കാണുന്നത് എന്തോ, സ്വന്തം മക്കളെ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞിട്ട് കളയുക. ഈ ഒരു നേച്ചർ ഇസ്രായേലിലുണ്ടായിരുന്നു. അന്യോന്യം പകയ്ക്കുക, മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, സ്നേഹം തണുത്തു പോകും. ഈ ഒരു പിക്ചർ കാണുക. അപ്പൊ സ്നേഹം തണുത്തു പോകും, വിട്ടുകളയും എന്ന് പറയുന്ന പുരുഷൻ അപ്പൻ മകനെയും മകൻ അപ്പനെയും
അന്യോന്യം എന്ത് ചെയ്യുക? ഏൽപ്പിച്ചു കൊടുക്കുക. വാക്കാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു പാരബിൾ പോലെ, ഒരു ഫിഗറേറ്റീവ് സ്പീച്ച് പോലെ നിങ്ങൾ ഈ ഇൻസിഡന്റ് കാണും. സ്വന്തം മക്കളെ നോക്കിയിട്ട് പറയാം, സ്വന്തം കുഞ്ഞുങ്ങളോട് പറയുക, ഏതാണ്ട് 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം, അവർ പുരുഷന്മാർ തൊടാത്തവരാന്ന് പറയുമ്പോൾ സ്വന്തം മക്കളെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നേച്ചർ. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറ, അഡൾട്രസ് ജനറേഷൻ. ഇറ്റ് ഇസ് ഹാപ്പൻ ഇൻ ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ മുമ്പോട്ട് വിടുക. ഓക്കെ, മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഇവനൊരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഹി വാസ് ഇൻ ദ ഗേറ്റ്സ് ഓഫ് ദ സിറ്റി ബിക്കോസ് ഹി വാസ് എ ജഡ്ജ്. ന്യായം വിധിക്കാൻ ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തേക്ക് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. തങ്ങളുടെ കൈ മാത്രം അങ്ങോട്ട് നീട്ടിയിട്ട് ലോത്തിനെ പിടിച്ച് അകത്ത് കയറ്റി വാതിലടച്ചു. ആമേൻ. വാതിലടച്ചു. പ്രധാനപ്പെട്ട വാക്യം. അടുത്ത വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നത് 11 വാക്യം, ഞാൻ ബാക്കി കൂടെ വായിക്കാം. വാതിലടച്ചു. വാതിക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ ആബാലവൃത്തം അന്ധത പിടിപ്പിച്ചു, അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ഒരു ചിത്രം. ദൂതന്മാർ അവിടുത്തെ നീതിമാനായ മനുഷ്യനെ അകത്ത് കയറ്റിയിട്ട് വാതിലടച്ചു. ബാക്കിയുള്ളവർ അന്ധതയിൽ തപ്പി വാതിൽ അന്വേഷിച്ചു. എന്തോ നിങ്ങൾ കാണുന്നു. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഇതിന്റെ മറ്റൊരു ചിത്രം ഇവിടെ കാണാൻ പറ്റും. 10 കന്യകമാരിൽ കാണാൻ പറ്റും. അവര് എണ്ണ വാങ്ങാൻ പോയപ്പോഴേക്ക് മണവാളൻ വന്ന് വാതിലടച്ചു. വാതിൽ തപ്പിയിട്ട് തുറന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് അപേക്ഷിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഒരു ചിത്രമാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ ജഡ്ജ്മെന്റ്. ഇറ്റ്സ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് അപ്പോൺ ജെറുസലേം. ഓക്കെ, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നോക്കി. 24-ാമത്തെ വാക്യത്തിൽ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവിൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടുവിൻ. എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു വരുന്നത്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. കാരണം വാതിൽ മൊത്തം ഇങ്ങനെ തുറന്നിട്ട് കയറി വരാൻ പറയല്ല, മറിച്ച് വാതിൽ അല്പം തുറന്നിട്ട് കൈ നീട്ടി അവനെ പിടിച്ച് ഞെരുക്കി അകത്ത് കയറ്റിയ. ഫുൾ ഡോർ തുറന്നില്ല. ഇതൊരു ചിത്രമാണ് പ്രിയപ്പെട്ടവർ. ലിസൺ ടു മീ. ഞാൻ കൂടുതൽ അലിഗോറി ചെയ്യുകയല്ല. ആ പുരുഷന്മാർ കൈ നീട്ടി ലോത്തിനെ അകത്ത് കയറ്റി എന്ന് പറഞ്ഞാൽ, ലോത്ത് വാസ് എന്റേർഡ് ഇൻ ടു ദാറ്റ് ഹൗസ് ത്രൂ ദ നാരോ ഗേറ്റ്. ഇവിടെ നോക്കിയ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ നോക്കുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയില്ലതാനും. പലരും നോക്കും, കഴിയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിനെ മുട്ടിത്തുടങ്ങും. നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. ഈ ചിത്രമല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത്? ദൈവത്തിന്റെ ദാസന്മാർ, മഹാദൈവത്തിന്റെ ദൂതന്മാർ തന്റെ ദാസനെ അകത്ത് കയറ്റി വാതിലൂടെ, അവൻ ഞെരുങ്ങിയ വാതിലൂടെ അകത്ത് കയറുന്നു. വാതിലടച്ചു. മറ്റുള്ളവർ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു, തുറക്കുന്നില്ല. ഡോർ വാസ് ക്ലോസ്ഡ്. കൃപയുടെ വാതിൽ അടച്ചു കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കൃപയുടെ വാതിൽ അടച്ചു കളഞ്ഞു. നമ്മളെല്ലാവരും വിചാരിക്കും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വീണ്ടും പറഞ്ഞു, നമ്മളെല്ലാം വിചാരിക്കും വി ആർ നോട്ട് ഇൻ എ ഗ്രേസ് ടൈം. അപ്പൊ നമ്മളിപ്പോ ജീവിക്കുന്ന കാലം ഏതാ? I just want to ask you a question. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് കൃപയിലാണോ അതോ സ്നേഹത്തിലാണോ? നമ്മുടെ ആൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. നമ്മൾ ഇത് കൃപായുഗമാണ്, കൃപയുടെ വാതിൽ അടയാൻ പോകുന്നു. കൃപയുടെ വാതിൽ അടഞ്ഞിട്ട് 1950 വർഷമായി. ഗ്രേസ്, ഫേവർ. Now father and sons are living together. Now we are not living in the grace. Grace ഇല്ലെന്നല്ല, but we are living in the agape, unconditional love. ഗ്രേസ് എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തവന് നൽകുന്ന ദൈവത്തിന്റെ ദാനമാണെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് അപ്പൻ നമ്മളെ മക്കളാക്കിയ ശേഷം നമ്മുടെ മേൽ കാണിക്കുന്ന അൺകണ്ടീഷണൽ ലവ് ആണ്. അൺമെറിറ്റഡ് ഫേവർ മാറ്റി അൺകണ്ടീഷണൽ ലവ് ആയി. ദിസ് ഈസ് എ ടൈം ഓഫ് അഗാപ്പെ. ദിസ് ഈസ് എ ഏജ് ഓഫ് അഗാപ്പെ. The kingdom of God, സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യം. My God, the kingdom of the beloved son. We are living in the kingdom of love.
എപ്പോഴാണ് നോഹയുടെ വാതിലടഞ്ഞത്? നോഹയുടെ പെട്ടകത്തിന്റെ വാതിലടഞ്ഞത് വെള്ളപ്പൊക്കം വരുന്നതിന് തൊട്ട് മുമ്പ്. വെള്ളപ്പൊക്കം തൊട്ട് മുമ്പ് വരെയും ആ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അതാ ദൈവത്തിന്റെ വാതിൽ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. ഗ്രേസ്, ഡോർ ക്ലോസ്ഡ്, ദെൻ ദ ജഡ്ജ്മെന്റ് കെയിം. സോ ഞാൻ പറയുന്നത് കൃപയുടെ കാലം എന്ന് പറയുന്ന ആ ഒരു ഫേവറബിൾ കാലം, അതാ പ്രസാദ വർഷം, പ്രതികാര ദിവസം, പ്രസാദ വർഷം AD 70 അവസാനിക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? ജഡ്ജ്മെന്റ് വരുന്നു. ജഡ്ജ്മെന്റിന് ശേഷം ദൈവം എന്ത് കാണിക്കുക? ദൈവം ഒരു പുതുവാന ഭൂമിയിലേക്ക് ആരെ ഇറക്കി വിടുക? നോഹയെ ഇറക്കി വിടുന്ന പോലെ ഇറക്കി വിടുക. വി ആർ ലിവിംഗ് ഇൻ എ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. നമുക്കത് നോഹയുടെ കാലം പോലെ എന്നുള്ള വെളിപ്പാടാകുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇങ്ങോട്ട് വരിക. അപ്പൊ വാതിലടച്ച് ഇവർ വാതിൽ തപ്പിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതിനകത്ത് അല്പമെങ്കിലും ഒരു ഇതുണ്ടല്ലോ, ഒരു ഡിസ്കണ്ടിന്യൂഷൻ. ക്ഷമിക്കണേ, കാരണം ആദ്യമായിട്ട് ഈ റെവലേഷൻ ഞാൻ കൈമാറുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇത് വന്നതാണ്. അപ്പൊ അത് ജനിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ചില കരച്ചിലൊക്കെ ഉണ്ട്, വേദനയൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ശാന്തമായിട്ട് പറയാം. വാതിലടച്ചു. അടുത്തത് ആബാലവൃദ്ധ വൃക്ഷം അന്ധത പിടിപ്പിച്ചു. എന്ത് ചെയ്തു? അവർക്ക് അന്ധത പിടിപ്പിച്ചു. ഇത് ഈ അന്ധത പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണു കാണാൻ പറ്റുന്നില്ല. ഇത് വേദപുസ്തകത്തിലെ ഒരു സംഭവമാണ്. കർത്താവ് യേശു ക്രിസ്തു, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉപമകൾ പ്രസ്താവിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ വന്ന് അവരോട് ചോദിക്കുക, കർത്താവേ, ഈ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവനോട് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. ഈ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ശിഷ്യന്മാർ വന്ന് യേശുവോട് ചോദിക്കുക, നീ എന്തിനാ അവരോട് ഈ ഉപമകളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു? എന്റെ ആവശ്യം എന്ത്? നേരിട്ട് സംസാരിച്ചൂടെ? അപ്പം അവൻ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്ക് ലഭിച്ചില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളത് കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളാൽ അവരോട് സംസാരിക്കുന്നു. ഇത് കർത്താവിന്റെ വചനം. അതായത് ഈ യേശുക്രിസ്തു ലോകത്ത് വന്നപ്പോൾ യേശുക്രിസ്തു ഉപമകൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഉപമകൾ എന്തിനാ സംസാരിച്ചെന്ന് ചോദിച്ചാൽ, അവർ കണ്ടിട്ട് കാണാതിരിക്കണം, കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കണം. ഈ വാക്യം എടുത്തതിന്റെ ആ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. യെശയ്യാവിന്റെ പ്രവചനം 6-ാമത്തെ അധ്യായത്തിന്റെ ഞാൻ അതിന്റെ ആരംഭം മുതലൊന്നും വായിക്കുന്നില്ല. 9-ാം വാക്യം എന്ന്, അപ്പോൾ അവൻ നീ ചെന്ന് ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടിട്ട് തിരിച്ചറിയുകയില്ല. പോട്ടെ, ഞാൻ അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ 8-ാം വാക്യത്തിൽ ഇച്ചിരിയുടെ ബാക്കിപ്പം 7-ാം വാക്യം മുതൽ വായിക്കുന്നു. ഇതാ, ഞാൻ ഒരു ദൈവത്തിന്റെ ദൂതൻ പറന്നു വന്നു, അവൻ എൻ്റെ വായ്ക്ക് തൊട്ടു. അതായത് ഒരു കനലിന്റെ കഷ്ണം എടുത്ത് അവന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്ത് നീങ്ങി, നിനക്ക് പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു. അറ്റോൺമെന്റ് എങ്ങനെ? ബൈ ദ ഫയർ ഫ്രം ദ ആൾട്ടർ. എനിക്കത് മറ്റൊരു രസകരമായ ഒരു ട്രൂത്ത് ഞാൻ മനസ്സിലാക്കിയാൽ എവിടുന്ന് കേട്ടാൻ തോന്നുന്നു. ഈ ദൈവത്തിന്റെ ദൂതന് ഹോമയാഗത്തിലെ കനൽക്കട്ട തൊടാൻ പറ്റിയില്ല. അദ്ദേഹം അത് കൊടിലും കൊണ്ടാണ് എടുത്ത്. പക്ഷെ ആൾട്ടറിലെ ഫയർ യെശയ്യാവിന്റെ നാവിലോട്ട് വെച്ചു. അതായത് ദൈവത്തിന്റെ ദാസന്, ഒരു മനുഷ്യന് ദൈവം അത് തൊടാൻ അനുവാദം കൊടുത്തു. ദൂതന് തൊടാൻ അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ദൂതൻ ദൈവത്തിന്റെ ബലിപീഠവുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. Can you follow me? ദൂതന് ദൈവത്തിന്റെ കാൽവറി മരണമായി യേശുവിന്റെ യാഗവുമായി ആ ബലിപീഠവുമായി ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. അവന് തൊടണമെങ്കിൽ ഒരു കൊടില് വേണം. പക്ഷെ യെശയ്യാവിന് തൊടാൻ വേണ്ടി കൊടില് വേണ്ട, അവന്റെ നാവിലോട്ട് തന്നെ തൊടുക. ഇറ്റ് ഈസ് ഡയറക്ട്ലി ടച്ച് ഹിസ് ടങ്. ദാറ്റ് മീൻസ് ഹി ഈസ് ഇന്റിമേറ്റ് ടു ദ ഓൾട്ടർ. ഓക്കെ, മറന്നുപോകരുത്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. വലിയ സന്ദേശങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വരട്ടെ. നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് എവിടെ കൊണ്ടാണ് നിനക്ക് പാപപരിഹാരം വരുന്നത്? കാൽവറി ബലി കൊണ്ടാണ്. ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ കാരണം, കാൽവറി മരണം കൊണ്ട്, ക്രിസ്തുയേശുവിന്റെ കാൽവറി മരണം കൊണ്ട് അരിഷ്ട മനുഷ്യൻ, ഇതോ ഞാൻ അരിഷ്ട മനുഷ്യൻ അശുദ്ധിയുള്ള ജനത്തെ നടുവിൽ വസിക്കുന്നു. ഇത് ഇസ്രായേലിനെ കുറിച്ചുള്ള വാക്കാണ്. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, എന്ത് ചെയ്യാം, ഇതിന് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഓൾട്ടറിൽ നിന്ന് ഒരു തീക്കനല് നിന്നെ തൊട്ടുമ്പോൾ നിനക്ക് പാപത്തിന് പരിഹാരം വരും. സോ ഇത് ക്രിസ്തുവിലൂടെ, അവന്റെ യാഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന പരിഹാരമാണ്.
Altar is the cross. Okay. അനന്തരം ഞാൻ അടുത്തത് അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ ആറ് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന് ശിവ അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കരുത്. എന്തൊരു മലയാളം എന്ന് അറിയത്തില്ല, ആരെ ട്രാൻസ്ലേറ്റ് വെച്ചെന്നും അറിയത്തില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സുകൊണ്ട് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിപ്പാൻ ഇരിക്കേണ്ടതിന് ഞാൻ അവരുടെ ഹൃദയത്തെ തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കി അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്തു. സോദോമിലായിരിക്കുന്ന ലോത്തിനെ പിടിക്കാൻ വന്ന ലോത്ത് ആ വീടടച്ച്, ഞാനിങ്ങനെ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഹൗസ് ഓഫ് ലോത്ത്, ഹൗസ് ഓഫ് ദ ലോത്ത്. എന്തോ ഹൗസ് ഓഫ് ലോത്തിന്റെ ഹൗസ് എന്താ? ദ ചർച്ച് ഓഫ് ഗാഡ്. ന്യൂ ടെസ്റ്റമെന്റിലെ ഹൗസ് ഏതാ? ദ ഹൗസ് ഓഫ് ഗോഡ്, ഹൗസ് ഓഫ് ദ ലിവിങ് ഗോഡ്. കർത്താവ് ജഡ്ജ്മെന്റിന് വരുന്നവരെ അവർക്ക് ദേ ക്യാൻ കം ടു ദ ചർച്ച്. വാതിൽ തുറന്നിട്ട് കൊടുത്തു, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. വാതിലടച്ചു, അന്ധത പിടിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ കാലത്ത് അവർ അന്ധത പിടിച്ചു. കാരണം അവർ കണ്ണുകളെ കുരുടാക്കി. കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും തിരിച്ചറിയാതെയും ഇരിക്കേണ്ടവരുടെ കണ്ണുകളെ അന്ധമാക്കി കളഞ്ഞു. happened on the people of Sodom. സോദോമിൽ അത് തന്നെ സംഭവിച്ചു. ഓക്കെ, അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കണ്ണുകളെല്ലാം കുരുടാക്കി കളയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാം, കർത്താവ് എത്രത്തോളം, എത്ര കാലം ഇവരുടെ കണ്ണ് കുരുടാക്കും എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, പട്ടണത്തിലെ നിവാസികളെല്ലാം, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും, നിങ്ങൾ സോദോമിലേക്ക് ഒന്ന് ഓടിക്കോ, നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരെ തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാക്കി ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ടോക്കിംഗ് അബൌട്ട് ജെറുസലേം, ദ എൻഡ് ഓഫ് ജെറുസലേം. അതിൽ ഒരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നഗരത്തിന് ഇരയായി തീരും. ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നഗരത്തിന് ഇരയായി തീരും. നാശത്തിന് ഇരയായി. എന്റെ കണ്ണാടിക്ക് പവർ കുറഞ്ഞു. എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതിയിൽ ഒരു കുറ്റി ശേഷിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? വെട്ടിയിട്ടാൽ പോലും അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി കുറ്റിയെ ശേഷിക്കും എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ കത്തിച്ചു കളയും, ഒരു വിശുദ്ധ സന്തതി മാത്രം ശേഷിക്കും. സോദോമിൽ അത് തന്നെ സംഭവിച്ചത്. ആര് ശേഷിച്ചു? ഒരു വെട്ടിയിട്ടു, പക്ഷെ എന്തായി? ഒരു ശേഷിപ്പിനെ ദൈവോടെ കൊണ്ടുവന്നു. ലോത്തിനെയും അവന്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് രണ്ടുകൂടെ ചേർത്താണ് പഠിപ്പിക്കുന്നത്. ലേണിംഗ് ഇറ്റ് പാരലൽ ആയിട്ട് പഠിക്കുന്നു. ഓക്കെ, ഇനി ഓക്കെ, അപ്പം ദ കണ്ടീഷൻ ഓഫ് ഇസ്രായേൽ അണ്ടിൽ AD 70 they were blind. കണ്ണടച്ചോളാം. കണ്ടിട്ടും ഗ്രഹിക്കരുത്, കാണരുത്, കേട്ടിട്ടും ഗ്രഹിക്കരുത്. ഇത് തന്നെയാണ് ഇവിടെയും സോദോമിലും സംഭവിച്ചത്. ഓക്കെ, ആ പുരുഷന്മാർ, അടുത്ത 12 ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിലക്കുള്ളവരെ ഒക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. അവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിപ്പാൻ പോകുന്നു. അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നശിപ്പിക്കുന്ന ആരാണ്? ഈ വന്ന ആള്. ദൂതന്മാർ പറയാ. അപ്പം ഈ ദൂതന്മാർ വന്നിട്ട് അങ്ങ് യുദ്ധം ചെയ്യുന്നതല്ല. ദൂതന്മാർ ഇതിനകത്ത് ഇനി മനസ്സിലാക്കണം മറ്റൊരു കാര്യം പറയാം. ഞങ്ങൾ ഇതിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് വായിക്കുമ്പോൾ തീയും ഗന്ധകവും എവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുക. നമ്മൾ ബൈബിളിന്റെ ഫുൾ ലാംഗ്വേജ് എടുക്കണേ. ഗന്ധക തീപ്പൊയ്കയിലേക്ക് എവിടെ ഇടും? വെളിപ്പാട് പുസ്തകത്തില് മൃഗത്തെയും കള്ളപ്രവാചകനും തീയും ഗന്ധകമുള്ള തീപ്പൊയ്കയിലേക്ക് ഇടുമെന്ന് പറയുന്നു. ഇവിടെയും സ്വർഗത്തിൽ നിന്ന് എന്താ ഇറങ്ങി വന്നേക്കുന്നത്? ആകാശത്ത് നിന്ന് എന്താ ഇറങ്ങി വന്നേക്കുന്നത്? തീയും ഗന്ധകം. What is that? ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുക. നമ്മളെല്ലാരും ഗ്രാഫിക്സ് വെച്ചിരിക്കുന്ന നമ്മുടെ തലയിൽ എന്താ ഗ്രാഫിക്സ്? സ്വർഗത്തിൽ. ഞാൻ ചോദിച്ചില്ലേ, സ്വർഗത്തിൽ എവിടെയാണ് ഈ ആകാശത്ത് എവിടെയാണ് ഈ സൾഫർ ഇരിക്കുന്നത്? ഇതിപ്പം നമ്മൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്നത്തെ മോഡേൺ ക്രിസ്ത്യൻസ് പറയും അത് അന്യഗ്രഹത്തിൽ നിന്നൊന്നും പറയും.
ലൂസിഫർ അന്യഗ്രഹത്തിൽ താമസിപ്പിച്ചിരുന്ന ആളാണെന്ന് അങ്ങേര് ഇവിടെ വന്നെന്ന് സാത്താനും എല്ലാം അന്യഗ്രഹ ജീവികളാണെന്ന് പറയുന്ന ലോകത്ത് ഞാൻ ഇത് പറഞ്ഞാൽ ആളുകൾ ബുദ്ധിമുട്ടും. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാം, ഇറ്റ് ഇസ് നോട്ട് ഫ്രം ഹെവൻ, ഇറ്റ്സ് നോട്ട് ഫ്രം ദ സ്പേസ്. കാരണം നമ്മൾ 14-ാം അധ്യായം വായിക്കുമ്പോൾ സോദോമിൻ രാജാവിനെ ഗോമോറ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ആ യുദ്ധത്തിന്റെ സമയത്ത് പറഞ്ഞു അവിടെ ധാരാളം കീൽക്കുഴികളുണ്ട്. കീൽക്കുഴി എന്ന് പറഞ്ഞ എന്തോ, നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഈ ക്രൂഡ് ഓയിൽ, അതായത് നമ്മുടെ പെട്രോളിയം ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. രാജാക്കന്മാർ പോയി അവിടെ വീണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കീൽക്കുഴികളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. സോദോമിൽ ഇഷ്ടം പോലെ ഫ്യൂവലുണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പം ഈ പട്ടണത്തില് ഞങ്ങൾ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. ചോദ്യം, നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് പഠിക്കുമ്പോൾ ദൈവം ഒരു നാടിനെ എങ്ങനെ നശിപ്പിച്ചു? എവിടെയെങ്കിലും ദൈവം തീ ഇറക്കി നശിപ്പിച്ച എവിടെയുണ്ടോ? ദൈവം ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേലിനെ ശിക്ഷിച്ചത് ഒന്നുകിൽ അസീറിയക്കാരെ അയക്കും, അല്ലെ ബാബിലോൺകാരെ അയക്കും. ഇസ്രായേൽ ഗൃഹത്തെ സന്ദർശിക്കാൻ വേണ്ടി അശൂറിനെ അയച്ചു. മിസ്രീം രാജ്യത്തെ സന്ദർശിക്കാൻ വേണ്ടി അശൂറിനെ അയച്ചു. ഇങ്ങനെ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ വേണ്ടി ബാബിലോണെ അയച്ചു. അതിനുശേഷം മേദ്യ പെർഷ്യ അയച്ചു. അതിനുശേഷം ഗ്രീക്കുകാരെ അയച്ചു. ഒടുവിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആര് വന്നു? റോമാക്കാർ വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെയും ഈ സോദോമിനെയും ഗോമോറയെ നശിപ്പിക്കാൻ ഏതോ ഒരു രാജാവ് യുദ്ധത്തിന് വരിക. ഇതാണ് എന്റെ സംഭവം. വിശ്വസിക്കത്തില്ല നമ്മൾ അക്ഷരം പ്രതിയെ. കാരണം ബൈബിളിനെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് അത് അങ്ങനെ അതുപോലെ അങ്ങ്, കാരണം ഇത് ഫിഗറേറ്റീവ് ടോക്കാണ്. തീയും ഗന്ധവും എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ തീയും ഗന്ധം എവിടുന്ന് വന്നു? ജഡ്ജ്മെന്റ് ഫ്രം ദ റോമൻസ്. അവര് കത്തിച്ചു, ആരോസ് വിട്ടു, ആരോസ് അയക്കുന്നു, തീ അമ്പയക്കുന്നു, വാളെടുത്ത് വെട്ടുന്നു, തീയിട്ട് കത്തിക്കുന്നു. ഇതൊക്കെയും അത് റോമൻ സൈന്യത്തിന്റെ നടപടികളാണ്. സോ ഇതേ ഒരു പിക്ചറായത്. ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഞങ്ങൾ നശിപ്പിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ഈ നാടിലേക്ക് എന്ത് വരാൻ പോകുന്നു? അതിശക്തമായ ഒരു അറ്റാക്ക് വരാൻ പോകും. അതുകൊണ്ട് ലോത്തിനോട് പറഞ്ഞു, നിനക്ക് വല്ല ആളുകളുണ്ടെങ്കിൽ, നിനക്ക് മക്കളുണ്ടെങ്കിൽ, മരുമക്കളോ പുത്രന്മാരോ നിനക്ക് ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വേഗം ഈ സ്ഥലം വിട്ടോ. ഗ്ലോറി, വേഗം ഈ സ്ഥലം വിട്ടോ. ഔട്ട്, പുറത്തു വെക്കോ. ഇത് തന്നല്ലേ പ്രിയപ്പെട്ടവരെ മത്തായിയുടെ സുവിശേഷം 15-24 അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്? ശൂന്യമാക്കുന്ന നമ്മളെ വിശുദ്ധ സ്ഥലം നിൽക്കുന്നത് കാണുമ്പോൾ അന്ന് യഹൂദയിലുള്ളവർ എവിടെ പോകരുത്? യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. പുറത്തിരിക്കുന്നവർ അത് വാങ്ങാനായിട്ട് വീടിനകത്ത് വരരുത്. വയലിലിരിക്കുന്നവർ എന്ത് ചെയ്യരുത്? വീട്ടിലോട്ട് ഓടരുത്. മലകളിലേക്ക് ഓടിപ്പോയ്ക്കോ. നിങ്ങൾ ചോദിച്ചു നോക്കിയാ, ഇനി നോക്കിയേ, ഈ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം നിൽക്കുന്നത് കാണുമ്പോൾ ഓടി എങ്ങോട്ട് പോകണം? മലയിലേക്ക് പൊക്കോണം. ഇവിടെയും ലോത്തിനോട് ദൈവം പറഞ്ഞ വാക്കെന്താണ്? നീ ഇവിടെ നിൽക്കരുത്, നിനക്കുള്ളവരെയും കൂട്ടിക്കൊണ്ട് എന്തോ ചെയ്തോണം? വേഗത്തിൽ ബന്ധപ്പെട്ട് ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പുറകോട്ട് നോക്കരുത്. എവിടോട്ട് പോകണമെന്നാ പറഞ്ഞേക്കുന്നത്? ഈ പ്രദേശത്ത് എങ്ങും നിൽക്കരുത്. നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. വണ്ടർഫുൾ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എങ്ങോട്ട് ഓടിക്കോണം? മലകളിലേക്ക് ഓടിപ്പോക്കോണം. ഇവിടെ ലോത്തിനോട് പറഞ്ഞു, നിനക്കുള്ളവരെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോക്കോണം? മലകളിലേക്ക് ഓടിപ്പോക്കോ, പർവ്വതത്തിലേക്ക് പോ. ഡോണ്ട് സ്റ്റേ ഇൻ ദ വാലി. Praise Lord. It's a calamity. I believe that it's a battle. It's a battle. People won't believe that because many of the people, they do not know how to interpret the Bible. അതങ്ങനെ ആയിപ്പോയി. നമുക്ക് അങ്ങനെ കേൾക്കാനേ ഇഷ്ടം. നമ്മുടെ ആളുകളെല്ലാം ഒത്തിരി ആളുകൾ ഇവിടെ നിന്നൊക്കെ നാട്ടിൽ പോയിട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? യെരൂശലേമിൽ പോയിട്ട് വരുന്ന ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണൊക്കെ കണ്ടെന്ന്. 2000 വർഷമായിട്ട് അവിടെ ഉപ്പുതൂണിരിക്കുന്നത്. ഉപ്പെന്ന് പറഞ്ഞാൽ എന്തോ കല്ലും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മഴ വന്നാൽ അത് പോകത്തില്ല പ്രിയപ്പെട്ടവരെ, മഞ്ഞിനകത്ത് ഉരുകി പോകത്തില്ല. അതവിടെ സൂപ്പർ നാച്ചുറൽ ഉപ്പുതൂണിരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രശ്നം അറിയുമോ? ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ബൈബിളിനെ മനസ്സിലായിട്ടില്ല.
ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ബൈബിളിൽ മനസ്സിലായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലിറ്ററലായിട്ട് എല്ലാം അതുപോലെ അങ്ങ് ചിന്തിക്കും. ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു നിർത്താം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്ത്, നിനക്കുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഇതിനകത്ത് വലിയൊരു ഒരു സത്യം മനസ്സിലാക്കിയത്, എന്തുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ നിനക്കുള്ളവരെല്ലാം പെട്ടെന്ന് കൂട്ടിക്കോ, ഇവിടെ എങ്ങ് നിൽക്കരുത്, കൂട്ടിക്കൊണ്ടുപോകാൻ പറയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോണ എന്ത് ചെയ്യണം? ഇത് നടന്നിരിക്കണം. നിശ്ചയമായിട്ടും ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിരിക്കണം. അതായത് ലോത്ത് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളെ വേണം, എന്നാലല്ലേ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് നോക്കിയേ, ദൈവത്തിന്റെ വലുതും ഭയങ്കരമായ നാള് വരുന്നതിന് മുമ്പ് മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അങ്ങനെ നിരപ്പിച്ചെന്ന് പറഞ്ഞാൽ അപ്പൻ പറയുന്നത് മക്കളും മക്കൾ പറയുന്നത് അപ്പനും കേൾക്കുന്ന നിലയിൽ സമാധാന സന്ധിയിൽ എത്തിയാൽ മാത്രമേ യഹോവയുടെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ വന്ന് അപ്പന്റെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പനോട് നിരപ്പിക്കും. യോഹന്നാൻ വന്ന് നിരപ്പിക്കാമെന്ന്. ആരെ നിരപ്പിക്കാമെന്ന്? പരസ്പരം വിശ്വസിക്കാൻ പറ്റാതെ തമ്മിൽ തല്ലിയിരിക്കുന്ന മത്സരിക്കുന്ന തലമുറയോട് പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ എന്ത് വേണം? ഒരു ഐക്യത വേണം. എന്നാൽ മാത്രമേ വരുവാൻ പോകുന്ന കോപത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. നിങ്ങളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഒരു ഐക്യത വേണം. അതിന്റെ ചിത്രമാണ് ഇവിടെ ദൈവത്തിന്റെ ദൂതൻ ലോത്തിനോട് പറയുന്നു. നിനക്ക് ബന്ധുക്കളോ നിനക്ക് സ്വന്തക്കാരോ മക്കളോ മരുമക്കളോ വല്ലതും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് കേൾക്കാനുള്ള ആളാണ്. പക്ഷെ ഇവിടെ പറ്റിയെന്നറിയാമോ? നിരപ്പിക്കാൻ പറ്റിയില്ല. മരുമക്കളുണ്ട്, അത് കളിയാക്കി വിട്ടു. നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കിയേ. പുറപ്പെടുവെന്ന് പറയുന്നു. ലോത്ത് എന്ന് തന്റെ പുത്രന്മാരെ വിവാഹം ചെയ്യാനുള്ള മരുമക്കളോട് സംസാരിച്ചു. 14-ാം വാക്യം, നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുന്നു പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. അവന്റെ മരുമക്കൾക്ക് എന്തോ തോന്നി? കളി പറയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പന്റെ ഹൃദയത്തെ മക്കളോട് എന്തില്ല? നിരന്നില്ല. യോഹന്നാൻ സ്നാപകൻ വന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് യോഹന്നാനെ കൊന്നുകളഞ്ഞു. യോഹന്നാൻ പറഞ്ഞ് കേൾക്കാൻ തയ്യാറായില്ല ആ തലമുറയെ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. ദിസ് ഈസ് ഓൾ കണക്റ്റഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾക്ക് ഇത് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ വീണ്ടും കേൾക്കുക, സമയം എടുത്ത് കേൾക്കുക. ദൈവവചനം കേൾക്കുന്ന ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. നോക്കിയേ, 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, സകല പ്രവാചകന്മാരും, അതായത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, സകല പ്രവാചകൻ ന്യായപ്രമാണം യോഹന്നാനെ പ്രവചിച്ചു, നിങ്ങൾക്ക് പരിഹരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ തലമുറയോട് ഏതിനോട് ഉമ്മിക്കേണ്ടു? ചന്തസ്ഥലത്തിരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. ഇതിന്റെ അർത്ഥം എന്താ? യോഹന്നാൻ വന്നിട്ട് പ്രസംഗിക്കുക. അപ്പം ഇവിടുത്തെ ലോത്ത് ഇവിടുത്തെ പ്രസംഗാനാ. മരുമക്കളോടും പറഞ്ഞു, മക്കളെ വാ, ഇവിടെ താണ്ട ജഡ്ജ്മെന്റ് വരാൻ പോവാണ്, ന്യായവിധി വരാൻ പോവാണ്, നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നേ? ഈ വാക്ക് കേട്ടിട്ട് കളിയാക്കുക. അപ്പൊ ഇവിടുത്തെ സെയിം തിങ്. യേശുക്രിസ്തുവിന് മുന്നോടിയായി, ജഡ്ജ്മെന്റിന് മുന്നോടിയായി അയക്കപ്പെട്ട യോഹന്നാൻ വന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ചെവിയോളം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തലമുറയോട് എന്തോട് പറഞ്ഞ? ചന്തസ്ഥലത്തിരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ലെന്ന് വിളിച്ചു പറഞ്ഞ കുട്ടികളോട് ഇത് തുല്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവനായി വന്നു, അവന് ഭൂതമുണ്ടെന്നവർ പറഞ്ഞു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു, തിന്നാതെയും കുടിക്കാൻ വന്നു. ഇവിടെ തിന്നും കുടിച്ചും കൊണ്ടുവന്നു, തിന്നിയും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും പാപിയുടെയും സ്നേഹിതൻ എന്ന് പറഞ്ഞു. ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതോ അതിന്റെ അർത്ഥം? ഇതെന്തു ഈ പറഞ്ഞേക്കുന്നത്? ഞങ്ങൾ കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല. എന്താ അതിന്റെ അർത്ഥം? ഇതൊരു ഉപമയാണ്. ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് നശിപ്പിക്കണ്ട. ഇത് അവിടുത്തെ നമ്മൾ പഴഞ്ചൊല്ല് പോലെ പറയുന്ന ഇഡിയംസ് എന്ന് വേണേൽ പറയല്ലേ? ഇഡിയംസ് ഒരു പഴഞ്ചൊല്ല് പോലെ പറയുന്ന ഒരു കാര്യം. ഇതിനകത്ത് അർത്ഥം ഇഡിയംസും അങ്ങനെയും പറയാം. ഒരു ചൊല്ല്. ഇതൊരു കഥയാണ്. യഹൂദന്മാരുടെ തൽമൂദിൽ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. ഇവര് ഈ കുഴലൂതി, ഇങ്ങനെ കുഴലൂന്ന് പറഞ്ഞാൽ ഈ മീനുണ്ട് ഇവിടെ അവര് തടാകത്തിലെ മീനിന്റെ അടുക്കൽ വന്നിട്ട് കടൽക്കരയിൽ നിന്ന് തൊഴിലൂതിട്ട് ഇവര് ഈ മീനോട് പറയാം, നിങ്ങൾ നൃത്തം ചെയ്യാൻ. അപ്പൊ മീൻ എന്ത് ചെയ്തില്ല? നൃത്തം ചെയ്തില്ല, കേട്ടില്ല. അപ്പൊ ഇവർക്ക് ദേഷ്യം വന്നിട്ട്, അതായത് പറഞ്ഞു കേട്ടില്ല, ഇവർ വിലാപം പാടിയപ്പോൾ ഇവർ മാറത്തടിച്ചില്ല. അപ്പൊ ഈ മത്സ്യങ്ങളെ എന്ത് ചെയ്തു? ഇവർ വലയിട്ട് പിടിച്ചിട്ട് കരയിൽ കൊണ്ടുവന്നിട്ടു.
കരയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് കരയിൽ കൊണ്ടിടുമ്പോൾ എന്ത് ചെയ്യും? അറിയാതെ ഇത് നൃത്തം ചെയ്യും, മരണവെപ്രാളം കൊണ്ട്. ഈ തലമുറയെ ഇതിനോട് ഉപമിക്കണമെന്നുണ്ട്. അർത്ഥം എന്താ? സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു, യോഹന്നാൻ പ്രസംഗിച്ചു, യേശു ക്രിസ്തു പ്രസംഗിച്ചു, അപ്പോസ്തലൻ പ്രസംഗിച്ചു, അനുസരിക്കുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഇവരെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് കരയിലിട്ടപ്പോൾ ഇവർ നൃത്തം ചെയ്യാൻ തുടങ്ങി, കുത്തിയവങ്കിലേക്ക് നോക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, വിലപിക്കാൻ തുടങ്ങി, മാറത്തടിക്കാൻ തുടങ്ങി. ആശയം മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ഹാപ്പൻ ടു ദം. സോ ദീസ് ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. അപ്പം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ മക്കളോട് പറഞ്ഞു, വാ. അവര് കളിയാക്കി വിട്ടു. അതായത് യോഹന്നാൻ വന്നു, അവരെ കളിയാക്കി വിട്ടു, അവനെ പരിഹസിച്ചു വിട്ടു. സോ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഈ ഒരു സംഭവം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ഇസ്രായേലിന് ദൈവം കൊടുക്കുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ എൻഡ് ഓഫ് ദി ഏജ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കാൻ പോകും. ഞാൻ അടുത്ത വേഗത്തിൽ അങ്ങ് പോവാം കേട്ടോ. ഓക്കെ, 2 പുത്രിമാരെ ലോത്ത് തന്റെ സഹോദര അദ്ദേഹത്തോട് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പറയുന്നു. ഓക്കെ, ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകാനായിട്ട് ആവശ്യപ്പെടുന്നു പർവ്വതത്തിലേക്ക്. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയെങ്കിലോ എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതം വരെ ഓടിയെത്തുവാൻ എനിക്ക് കഴിയില്ല. പിന്നെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. പക്ഷെ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം. അത് ചെറുതുമാകുന്നു. ഞാൻ അവിടേക്ക് ഓടിപ്പൊക്കോട്ടെ, അത് ചെറുതല്ലോ. എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അവനോട് ഇക്കാര്യത്തിൽ ഞാൻ നിന്നോട് കടാക്ഷിച്ചു. നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, എനിക്ക് ഇതിനകത്തൊക്കെ വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ കരുണയെ നോക്കി. ഈ പട്ടണത്തിൽ അവരെ പിടിച്ചിറക്കിയെന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളതിന്റെ 16-ാം യഹോവ അവരോട് കരുണ ചെയ്യുകയാൽ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ഇവർ വരാൻ താമസിക്കുക. കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും അവന്റെ ഭാര്യയെയും 2 പുത്രന്മാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തോട്ട് വലിച്ചോണ്ട്. ദാറ്റ് ഈസ് സാൽവേഷൻ. ഓ ഗ്ലോറി ടു ഗോഡ്. അതാണ് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞാൽ നീ വാ എന്ന് വിളിക്കല്ല, നിന്നെ വലിച്ചെറി. ദൈവകൃപ എന്ന് പറഞ്ഞാൽ അറിയാവും നിങ്ങളെ രക്ഷിച്ച, നിങ്ങളെ വിടുവിച്ച, നിങ്ങളെ വലിച്ചെടുത്ത ദൈവകൃപ. വരിക എന്ന് വിളിച്ചതല്ല, കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നതാ. ഞാനത് മറ്റൊരു കാര്യമാണ്, ഇവരെ വിട്ട് പുറത്തു വരാൻ പറയുന്നു, ഓടിക്കോളാൻ പറയുന്നു. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെ, ബാബിലോണിനെ നോക്കിയിട്ട് ബാബിലോണിന്റെ നാശത്തെ നോക്കി പറഞ്ഞു, അവളെ വിട്ടോടുവീൻ, ഓടിക്കോ, come out of her. യെരുശലേമിൽ പുറത്തു വെക്കോ, മർമ്മം മഹദിയ ബാബിലോൺ, ജെറുസലേം പുറത്തു വെക്കോ, ഓടിക്കോ. ഇവരോട് പറഞ്ഞു ഓടിക്കോ. എന്നിട്ട് ഇദ്ദേഹം പറയാ, ദൈവമേ എനിക്ക് ഓടാൻ പറ്റത്തില്ല, ഞാൻ അവിടെ വരെ ചെന്ന് ചിലതിന് മുമ്പ് മിക്കവാറും ഇതൊക്കെ പ്രശ്നമാവും, ഞാൻ ഈ ചെറിയ പട്ടണത്തോട് പൊക്കോട്ടെ. ശരിയെങ്കിൽ ഓക്കെ, നീ പോയിക്കോ, നീ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കിയേ, മനുഷ്യനുമായിട്ട് ചേർന്ന് നിന്ന് തന്റെ രക്ഷയെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. കുഴപ്പമില്ലടാ, നിന്റെ അല്പവിശ്വാസത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. കർത്താവ് നീ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, നോ പ്രോബ്ലം, നിനക്ക് പറ്റുന്നിടത്തോളം പറ്റുമല്ലോ, ഐ ഡു ദാറ്റ്. ഇതാ ദൈവത്തിന്റെ കൃപ, ഇതാ ദൈവത്തിന്റെ കരുണ, ഇതാ ദൈവത്തിന്റെ സ്നേഹം. നീ വിശ്വാസത്തിന്റെ ആകാശമുട്ടുള്ള വിശ്വാസം പ്രാപിച്ചിട്ടല്ല നീ രക്ഷ പ്രാപിച്ചത്, നിന്റെ അല്പവിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. ഗ്ലോറി ഫാദർ. ഇനി നോക്കിയേ, ആ പട്ടണം സമീപമാകുന്നു, ഓടാൻ പറഞ്ഞു. ശരി, അതിന്റെ 22-ാം വാക്യം, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന പേര്. ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. അപ്പൊ യാത്ര എന്തായിരുന്നു? യാത്ര രാത്രിയിലായിരുന്നു. യഹോവ സോദോമിനെയും ഗോമോറയുടെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശം തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും ദേശത്തിനും മുഴുവനും, ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തെയും സസ്യങ്ങളെയും ഉന്മൂലനം വരുത്തി. ഇറ്റ് ഈസ് എ വാർ, മേ ബി ഇറ്റ്സ് എ കലാമിറ്റി. ചില പറയാറുണ്ട് അവിടെ എന്താ പറയുന്നത്, അഗ്നിപർവ്വതം പൊട്ടി എന്ന് പറയാറുണ്ട്, പല കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് കാര്യം, കാരണം ഓൾറെഡി മറ്റു ഭാഗങ്ങളെല്ലാം വരുമ്പോൾ ഒരു പട്ടണത്തെ ദൈവം നശിപ്പിക്കുന്നതൊക്കെ മറ്റൊരു ആളുകളെ അയച്ചിട്ടാണ്. അല്ലാതെ ഇപ്പം ബാബിലോണിനെ ദൈവം തല്ലിയത് ഒരിക്കലും അവന്റെ തറന്ന് തീ അയച്ചിട്ടല്ല, മേദ്യ പേർഷ്യക്കാരെ കൊണ്ട് വിട്ടു. കോരശിനെ വിട്ടിട്ട് അവന്മാരെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. സോ ഇവിടെയും ഒരു ജഡ്ജ്മെന്റ് മറ്റൊരു സ്ഥലത്തുനിന്ന് വന്നെന്ന് നമുക്ക് ചിന്തിക്കാം. അതിന് ബൈബിളിനകത്ത് മറ്റു ഭാഗങ്ങളുമായി ചേർത്ത് വെച്ച് ചിന്തിക്കാം, വിശ്വാസയോഗ്യമാണ്.
പക്ഷെ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചെന്തുവാ? ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഞാൻ എന്റെ പ്രധാന വിഷയത്തിലേക്ക് ഒന്ന് വരിക പെട്ടെന്ന്. ഉപ്പുതൂണായിട്ട് ഭവിച്ചു. ലോത്തിന്റെ ഭാര്യ ഉപ്പ്. ഇത് നമ്മുടെ മനസ്സിൽ ഉടനെ വരുന്ന എന്തുവാ? അവളിങ്ങനെ പുറകോട്ട് നോക്കുന്നു, പെട്ടെന്ന് അതങ്ങ് സൂപ്പർ നാച്ചുറലി എന്തായി മാറുന്നു? പില്ലർ, നിങ്ങൾ ബൈബിൾ നോക്കണം. ഈ പില്ലർ ഓഫ് സാൾട്ട്, ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ചൊല്ലാണ്, തെറ്റായിട്ട് ധരിക്കല്ലേ, എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂരിൽ ഒരു തമാശയാണ്. ജോസേട്ടൻ, നമ്മുടെ നാട്ടിലെ ജോസേട്ടൻ വടിയായി എന്ന് പറയും. ഞങ്ങളുടെ പിള്ളേർ തമാശയായിട്ട് ഞാൻ തൃശ്ശൂരല്ല കേട്ടോ, തൃശ്ശൂരേര് പറഞ്ഞിട്ടുള്ളൂ. ജോസേട്ടൻ വടിയായി എന്ന് പറഞ്ഞാൽ ജോസേട്ടൻ ഒരു കമ്പായി മാറിയതാണ്. അത് കൊളോക്കിയൽ ലാംഗ്വേജ്, അവിടുത്തെ ഒരു ഇഡിയമാണ്. അതിനകത്ത് അയാൾ ചത്തു വേണ്ട. ലോത്തിന്റെ ഭാര്യ പിറകോട്ട് നോക്കി ഉപ്പുതൂണായി എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷീ ഡൈഡ് എന്ന് പറഞ്ഞാൽ അവൾ പിന്മാറിപ്പോയി എന്ന്. അത് ഞാൻ തെളിയിക്കാം. നമ്മുടെ കർത്താവിന്റെ കമന്ററിയിലേക്ക് പോകാം. കർത്താവിന്റെ കമന്ററി ഏതാ? ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം. ആ കമന്ററി നോക്കിയേ. അതിന്റെ 32-ാം വാക്യം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. മേളത്തെ 31. അന്ന് വീട്ടിൽ ഇരിക്കുന്നവൻ വീടിനകത്ത് സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്, പറയാൻ ബാക്കിലോട്ട് പോകരുത്. അവന്റെ വയലിലിരിക്കുന്നവന് പിന്നോക്കം തിരിയരുത്. പിന്നോക്കം തിരിയാന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകോട്ട് നോക്കരുതെന്നാണ്. ഡു യു തിങ്ക് ദാറ്റ് ബാക്കിലോട്ട് നോക്കലെന്നാണോ? ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പിറകോട്ട് നോക്കരുത് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്? ഇങ്ങനെ തിരിഞ്ഞു നോക്കലെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ യേശു പിന്നോക്കം തിരിഞ്ഞെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വയലിലിരിക്കുന്നവർ ബാക്കിലോട്ട് നോക്കരുതെന്നാണോ? അല്ല, വയലിൽ ഇരിക്കുന്നവർ തിരിച്ച് വീട്ടിലോട്ട് പോരുതെന്നാ. തിരിച്ച് വീട്ടിലോട്ട് പോകരുത്. വീടിന്റെ പുറത്തിരിക്കുന്നവർ സാധനം എടുക്കാൻ ഇറങ്ങരുത്. എന്നിട്ട് യേശു പറയാം ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. അതിന്റെ അർത്ഥം എന്തുവായിരിക്കും? ലോത്ത് പുറകോട്ട് നോക്കിയെന്നല്ല. ലോത്ത് അവള് വിട്ടുവന്ന ആ സ്ഥലത്തേക്ക് ഒരുപക്ഷെ ഓടിക്കണം. ഒരുപക്ഷെ മരുമക്കൾ അവളുണ്ട്, അവരെ കാണാൻ വേണ്ടി ഓടിയതായിരിക്കാം. ഈ വരുന്ന യാത്രയിൽ അവൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഒരുപക്ഷെ ഇവള് പിൻവാങ്ങിപ്പോയി. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പാരാൻ മരുഭൂമിയിൽ വെച്ച് ദൈവം 12 പ്രഭുക്കന്മാരെ കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ടിട്ടു. 10 പേർ വന്ന് നെഗറ്റീവായിട്ട് റിപ്പോർട്ട് പറഞ്ഞു, 2 പേര് വന്ന് പോസിറ്റീവായിട്ട് ദൂത് പറഞ്ഞു. ഈ 10 പേരുടെ ദൂത് കേട്ട ഇസ്രായേൽ ജനം പറഞ്ഞു ഞങ്ങൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുന്നു. അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ചവരെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു നിങ്ങളിൽ ഒരാൾ പോലും എന്ത് ചെയ്യത്തില്ല, കാലേബും യോശുവ മരിച്ച് ബാക്കി ഒരാളും കനാനിൽ പ്രവേശിക്കത്തില്ല. എന്റെ അർത്ഥം യുൾ ഡൈ. എന്നത് പിന്നോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പഴയതിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ യു ആർ ഗോയിങ് ടു ഡൈ. അപ്പൊ ഇവിടെ ലോത്തിന്റെ ഭാര്യ ഒരു ഉപ്പുതൂണായി എന്ന് എഴുതി വെക്കുമ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോത്തിന്റെ ഭാര്യയും ആ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു. അവൾ പിൻവാങ്ങിപ്പോയി. ഇത് തന്നെയാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം പിന്മാറിപ്പോയാൽ മനഃപൂർവ്വം പാപം ചെയ്താൽ ഒരു യാഗവും ശേഷിക്കുന്നില്ല. ദൈവത്തിന്റെ ക്രോധാഗ്നി മാത്രമേ ഉള്ളൂ. യു ഡൈ. എബ്രായ ലേഖനത്തിൽ മറ്റൊരു വാക്യം കൂടി ഉണ്ട്. അതിന്റെ 10-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എത്രയും താമസം, അതായത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണും നിങ്ങൾക്ക് ആവശ്യം ഇനിയും എത്രയും അല്പനേരം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനോട് പ്രസാദമില്ല. പിന്മാറുന്നു എങ്കിൽ ഉള്ളിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അതിന്റെ അർത്ഥം
ലാത്തിന്റെ ഭാര്യ തിരിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയെന്നല്ല, പിൻവാങ്ങിപ്പോയി. അവൾ അവിടുത്തെ ആ കലാമിറ്റിയിൽ, ആ പ്രതിസന്ധിയിൽ അവൾ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. മറ്റൊരു ചിന്തയും കൂടെ ഇതിന്റെ ഭാഷയിൽ നിന്ന് പറയാനായി. പില്ലർ എന്ന വാക്കിൽ കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് നത്സീബ് എന്ന, നത്സീബ് എന്ന വാക്കിന്റെ അർത്ഥം ഓഫീസർ എന്നാണ്. ഗാരിസൺ, പട്ടാളം, ഓഫീസർ. ബൈബിളില് ഈ ഒരു ഭാഗത്തല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് വേണമെന്ന് നോട്ട് ചെയ്ത്, 1 രാജാക്കന്മാർ പുസ്തകം 4:19, 1 ശമൂവേലിന്റെ പുസ്തകം 10:4, ഇങ്ങനെ ഈ വേർഡ് ഉപയോഗിച്ചെടുത്തെല്ലാം പട്ടാള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സൈന്യം ഇങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഡ്യൂട്ടി ചെയ്യുന്നവർ. പക്ഷെ ഇവിടെ മാത്രം പില്ലർ എന്ന് ഉപയോഗിച്ചു, കാരണം ദാറ്റ് ഇസ് എൻ ഇഡിയം. ഞാനെങ്ങനെ, എനിക്ക് ഒത്തിരി അറിയത്തില്ല. ചില സമയങ്ങളിൽ ചില വാക്കുകൾ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇഡിയംസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അല്ല, ഫ്രേസസ്, ഈ ചില വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് അതുപോലെ വ്യാഖ്യാനിച്ച ആകെ പ്രശ്നമായിപ്പോയി. അങ്ങനെ ഒരു വാക്കാണ് പില്ലർ ഓഫ് സാൾട്ട്, മീൻസ് ഡൈഡ്, പിൻവാങ്ങിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഷി ഡൈഡ്. കാരണം കർത്താവ് പറയുന്നു, പിന്മാറുന്നുവെങ്കിൽ എനിക്ക് അവന്റെ മേലെന്തില്ല? യാതൊരു പ്രസാദവുമില്ല. നമ്മളോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. അതിന്റെ അർത്ഥം പിന്മാറുക, ടു ഡൈ. സോ ദ സെയിം ഹാപ്പൻഡ് ദ ലൈഫ് ഓഫ് ലോത്ത്. ലോത്തിന്റെ ഭാര്യ ഓർക്കാൻ പറഞ്ഞാൽ അർത്ഥം എന്താണ്? പിൻവാങ്ങിപ്പോകരുത്. സഹിഷ്ണുത ആവശ്യം, വരുവാനുള്ളവർ വരും, താമസിക്കത്തില്ല. AD 70 ഇസ്രായേലിന് നാശം വരുമ്പോൾ ജനത്തോട് പറയുക, നിങ്ങൾ പിൻവാങ്ങിപ്പോകരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ബാക്കി നിങ്ങൾക്ക് പ്രകാശം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. സൊദോം ഗൊമോറയിൽ സംഭവിച്ചത് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ജെറുസലേം. ആത്മീയമായി സോദോം എന്നും മിസ്രീമും എന്നും പേരുള്ള മഹാനഗരം, അത് മറ്റൊന്നുമല്ല, അത് യെരൂശലേം. ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഞാൻ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഞാനിപ്പോൾ പറയുന്നില്ല, അത് വേറൊരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ലോത്തിന്റെ ഭാര്യ ഈസ് കണക്റ്റഡ് വിത്ത് ദ വൈഫ് ഓഫ് ജേക്കബ്. അതായത് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് തരാം. ദൈവം നിങ്ങളെല്ലാവരെയും ആസ്വദിക്കട്ടെ. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാതെ വന്നെങ്കിൽ ദയവായിട്ട് ഗ്രൂപ്പിൽ പറയണം. അത് നിങ്ങൾ സംസാരിക്കണം. ഞാൻ ക്ലാരിറ്റി തരാം. കാരണം ഞാൻ ഈ സംസാരിച്ചത് ഫുൾ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ചിലത് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാതെ ഉണ്ടെങ്കിൽ ദയവായിട്ടത് മറച്ചു വെക്കല്ലേ, നിങ്ങളത് സംസാരിക്കണം. കർത്താവ് നിശ്ചയമായിട്ടും ഗ്രഹിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. തിരുവെഴുത്തുകളായി ഞങ്ങളെ ആസ്വദിച്ചല്ലോ. വചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും അങ്ങയുടെ ധാരാളമായ അഭിഷേകത്തെ പകരണം. മഹാദൈവം തന്നെ ജനത്തെ പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. അത് മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.